അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു 15 വയസ്സൊക്കെ ആകുമ്പോൾ വിവാഹം കഴിയുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അത്ര മാത്രമല്ല, വേറൊന്നും കൂടെ ഉണ്ട്. കാരണം ഞങ്ങളുടെ ഈ ചെങ്കൽച്ചുളയില് ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നത് ഇവിടെ ഉള്ളവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്നത്. കാരണം പുറത്തുനിന്ന് കല്യാണം കഴിക്കാൻ ആൾക്കാർ ഇവിടെ വരാറില്ല, ഭയം ഉണ്ട്. ഇവിടെ നിന്ന് ആർക്കെങ്കിലും കല്യാണം കഴിക്കണം, പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ ആരെയും കുട്ടികളെ ഇങ്ങോട്ട് അവർ കെട്ടിച്ചു വിടാനുമില്ല. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ഓരോ ദിവസവും പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സർവ്വകൃപാലുവായ ദൈവ അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന സമൂഹത്തിൽ വ്യത്യസ്തമായ നിലയിൽ ഈ കാലയളവിൽ ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെയാണ് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ പ്രിയ സിസ്റ്ററിനെക്കുറിച്ച് മുൻ സമയങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. കേട്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർക്കും കേട്ടിട്ടുള്ളവർക്കും ഒക്കെ ഒരുപാട് അനുഗ്രഹമായി തരുന്ന ഒരുപാട് അനുഭവങ്ങളാണ് പ്രിയ സഹോദരി നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ഇന്ന് കേരളക്കരയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ അതുപോലെ വിവിധ സാമൂഹ്യ പ്രവർത്തകരിൽ നിന്നും ഒക്കെ, വിവിധ ഇടങ്ങളിൽ നിന്നും, കേരളത്തിൽ നിന്നും വെളിയിൽ നിന്നും ഒക്കെ ആയിട്ട് 200-ലധികം അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു വനിതയാണ് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. കേരള ഗവൺമെൻറ്, മുഖ്യമന്ത്രി, കേരള ഗവർണർ, അതുപോലെ മഹിളാ സമാജത്തിൻ്റേതായ മുൻനിരയിലുള്ള ആളുകൾ ഒക്കെ വിവിധ മേഖലകളിൽ പ്രിയ സിസ്റ്ററിനെ ആദരിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പ്രിയ സിസ്റ്ററിൽ നിന്നുകൂടെ കേൾക്കാൻ തക്കവണ്ണം കഴിയും. അരോമ ടിവിയുടെ പ്രേക്ഷകരിൽ ഒരുപാട് സഹോദരിമാരുണ്ട്. അവർക്കൊക്കെ പ്രചോദനം പകരുന്നതായ ഒത്തിരി അനുഭവങ്ങൾ പ്രിയ സിസ്റ്റർ നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാനിടയായിത്തീരും. മറ്റാരുമല്ല, പ്രിയ ധനുജ കുമാരി എന്നറിയപ്പെടുന്ന ചെങ്കൽച്ചോളയിലെ ഒരു സഹോദരിയാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രിയ സിസ്റ്റർ തന്നെ തൻ്റെ ജീവിതാനുഭവങ്ങളും തന്നെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുവാൻ തക്ക ഇടയായിത്തീരും. ആകയാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ ധനുജകുമാരിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. ദൈവനാഥന് മഹത്വം ഉണ്ടാകട്ടെ. അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് നമ്മുടെ പാസ്റ്റർ, ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ എന്ത് പറയുന്ന അറിയില്ല, ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ഡാനിയേൽ ജോൺ പാസ്റ്ററിന്റെ ഹൃദയത്തിന്റെ ഭാഷയുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ധനുജ കുമാരി എന്നാണ്. ഞാൻ താമസിക്കുന്നത് കേരളത്തിലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ചെറിയൊരു ചേരിയിലാണ്. ചെങ്കൽച്ചുള എന്നാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പ്രദേശത്തിന്റെ പേര്. ഒരു പക്ഷേ ഇവിടെ കേരളത്തിന് അകത്തുള്ള എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ചെങ്കൽച്ചുള എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഏരിയയാണ് എന്ന് പുറത്തുള്ളവർ പറയുന്ന, ഞങ്ങളല്ല, പുറത്തുള്ള ആൾക്കാർ പറയുന്ന ഒരു ഏറ്റവും മോശപ്പെട്ട് ഞങ്ങളെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ കാലഘട്ടത്തിൽ കൂടെ ജനിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു ചേരിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പക്ഷേ അങ്ങനെ ഒരു മോശം ആൾക്കാരോ മോശപ്പെട്ട ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. എൻ്റെ പേര് ധനുജകുമാരി. എൻ്റെ പപ്പയുടെ പേര് തമ്പി എന്നാണ്. അമ്മയുടെ പേര് സാറാമ്മ. ഞങ്ങൾ 2 മക്കളാണ്. ഇളയാളുടെ പേര് അനി എന്നാണ്. ഞങ്ങൾ രണ്ട് മക്കളാണ്. എൻ്റെ സഹോദരൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. ഇപ്പൊ ഞാൻ ഒറ്റ മോളേ ഉള്ളൂ. പപ്പയും മരിച്ചുപോയി. അമ്മ എൻ്റെ കൂടെയാണ്. എൻ്റെ ഭർത്താവ് സതീഷ് എന്നാണ് പേര്. പുള്ളി ഒരു ചെണ്ട ആർട്ടിസ്റ്റാണ്. 2 ആൺമക്കളാണ്. മൂത്ത മകന്റെ പേര് നിതീഷ് എന്നാണ്. ഇളയ മകന്റെ പേര് സുധീഷ് എന്നാണ്. 2 മരുമക്കളുണ്ട്. 2 പേര് വിവാഹം കഴിഞ്ഞു. മൂത്ത മരുമകളുടെ പേര് രേഷ്മ എന്നാണ്. ഇളയാളുടെ പേര് രഞ്ജിത.
2 കൊച്ചുമക്കളുണ്ട്. കൊച്ചുമക്കളുടെ മൂത്ത ആളുടെ പേര് കിയാര എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. അല്ലാതെ അവരുടെ പേര് ടലീത്ത എന്നാണ് അവരുടെ പേര്. ഇളയാളുടെ പേര് കെരീത്ത എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. പിന്നെ സ്കൂൾ അല്ലാത്ത ഒഫീഷ്യൽ നെയിം രാമ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ദൈവത്താൽ സമാധാനത്തോട് സന്തോഷത്തോട് ഞങ്ങൾ ജീവിച്ചു പോകുന്ന ഒരു ചെറിയൊരു കുഞ്ഞൊരു കുടുംബമാണ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടിക്കാലം. ഞാൻ ഇന്ന് പുറത്ത് അറിയപ്പെടുന്നത്, ഇന്ന് എനിക്കൊരു സാക്ഷി പറയാൻ സ്വർഗത്തിലെ ദൈവം ഒരു അവസരം എനിക്ക് ഒരുക്കി എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രദേശത്തെക്കുറിച്ചും ഞാൻ അടങ്ങുന്ന ഒരു സമൂഹത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളും എങ്ങനെ പറയാം, ഞങ്ങൾക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹമായിട്ട് മറ്റുള്ളവർ ഞങ്ങളെ കണ്ടപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ ഞങ്ങൾക്ക് മുടങ്ങുക, ജാതീയമായ വേർതിരിവ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് എൻ്റെ കുട്ടിക്കാലം കടന്നുപോയത്. പപ്പ ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. ഒരു CIT യൂണിയനിലാണ് പപ്പ ജോലി ചെയ്തത്. അമ്മ ഒരു വീട്ടിൽ തന്നെ ഒരു ഹൗസ് വൈഫ് ആയിരുന്നു. ഒരുപാട് വളരെ സാമ്പത്തികമൊന്നുമായിട്ടും ഉള്ള കുടുംബങ്ങൾ അല്ലെങ്കിൽ മെച്ചപ്പെട്ട രീതിയിൽ അന്നന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷെ ഇവിടെ ഞങ്ങളുടെ ചെങ്കുറിച്ചുള്ള എന്ന് പറഞ്ഞ പ്രദേശത്തെ സംബന്ധിച്ചു എല്ലാ മതസ്ഥരും എല്ലാ ജാതിയരും അടങ്ങുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ ആരും ജാതി പറയാറില്ല. ഒരു ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ഒന്നും ഒരു പ്രശ്നമുള്ള ഒരു സ്ഥലമല്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ട്. പക്ഷെ ആ ദൈവങ്ങളുടെ പേരിൽ ഒരിക്കൽ പോലും ഈ പ്രദേശത്തൊരു അടി ഉണ്ടായിട്ടില്ല, അടി വെക്കാറില്ല. അപ്പൊ അത്രയും നല്ല മനുഷ്യരുള്ള ഒരു സമൂഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വിദ്യാഭ്യാസം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള തമ്പാനൂർ UPS എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. വിദ്യാഭ്യാസം 4 സ്കൂളുകളിലായിട്ടാണ് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചെന്ന് പറയാൻ പറ്റൂല. ഞാൻ വെറും 9ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ 4 സ്ഥലത്തായിട്ട് പഠിച്ചെന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കും, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ജോലി സംബന്ധിച്ചാണല്ലോ നമുക്കിങ്ങനെ 4-5 സ്ഥലത്തൊക്കെ പഠിക്കേണ്ടി വരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ പഠിച്ച ഒരാളല്ല. പപ്പ ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. അത്യാവശ്യം ഒരു മദ്യപിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളെ കുടുംബമൊക്കെ നന്നായിട്ട് നോക്കുമായിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അമ്മയും പപ്പയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ രണ്ടുപേരും പിണങ്ങി നിൽക്കുമ്പോൾ ഒരു 1-2 വർഷമാണ് ഇവര് പിണങ്ങി നിൽക്കുന്നത്. അപ്പൊ ഈ 1-2 വർഷം പിണങ്ങി നിൽക്കുമ്പോൾ അമ്മ കൂലിപ്പണിക്ക് പോകും. കൂലിപ്പണിക്ക് നമ്മൾ ഇവിടുത്തെ കെട്ടിടപ്പണി, നമ്മുടെയൊക്കെ നാട്ടിൽ കെട്ടിടങ്ങളുടെ പണിക്കായിട്ട് പോകും. അപ്പൊ ആ പണിക്ക് പോകണമെങ്കിൽ അന്ന് ഞങ്ങളുടെ നാട്ടില് വെളുപ്പിന് അല്ലെങ്കിൽ പുലർച്ചെ 3 മണിക്കൊക്കെ ഉറക്കം എഴുന്നേറ്റ് ഞങ്ങളുടെ അടുത്ത് ഒരു ജംഗ്ഷൻ ഉണ്ട്, 4 മുക്കെന്ന് പറയും. ആ ജംഗ്ഷനിൽ പോയാൽ മാത്രമേ അമ്മയ്ക്ക് ജോലി കിട്ടുള്ളൂ. അപ്പം പെൺകുട്ടിയായ എന്നെ വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് കിടത്തിക്കൊണ്ട് പോകാനും അല്ലെങ്കിൽ നിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ഭയം കൊണ്ട് അമ്മ എന്നെ ബോർഡിങ്ങിൽ കൊണ്ടാക്കും. അപ്പൊ ആ സമയത്താണ് എന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നെ അമ്മ കൊല്ലത്തുള്ള CSI ബാലികാ മന്ദിരം എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിൽ എന്നെ കൊണ്ടാക്കി. അതൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ചത്. 2 വർഷം ഞാൻ അവിടെ പഠിച്ചു. പക്ഷെ അവിടുത്തെ പഠനം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന് വരെ ഞാൻ എന്തെങ്കിലും ഒരു ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷി പറയാനെങ്കിലും എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പഠനത്തിന്റെയും കൂടെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുള്ളത്. ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4ാം ക്ലാസ് വരെ 4-5ാം ക്ലാസ് അവിടെ പഠിച്ചത്. അവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ നമുക്ക് നല്ല പാഠങ്ങളെ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ നോട്ട് ബുക്കിലൊക്കെ എഴുതി വെക്കാൻ അവർ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ ഒരു കുട്ടി എന്ന നിലയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത് എഴുതാൻ പറയും. പിറ്റേ ദിവസം ആകുമ്പോൾ മേഡറിനൊക്കെ പറയും, നിങ്ങൾ എഴുതിയ കാര്യത്തിൽ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയും. അപ്പൊ ഞാൻ എഴുതുന്ന ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഞാൻ എഴുതുന്നത് എന്തായിരിക്കാം? സ്വാഭാവികമായിട്ട് ഒരു കുട്ടിക്ക് കള്ളം പറഞ്ഞ് അടി വാങ്ങി കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ചെയ്ത കുറ്റത്തെ അവളുടെ പുറത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ബുക്ക് കീറി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു 4-5 കാര്യങ്ങൾ എഴുതും. ആ 5 കാര്യം എനിക്ക് തിരുത്താൻ പറ്റിയിട്ടില്ല. കാരണം കുട്ടികളല്ലേ, നമ്മൾ ഇന്ന് എഴുതിയാൽ നാളെ അത് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ എഴുത്ത് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. ആ എഴുതുന്ന എഴുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുന്ന് ഞാൻ 5ാം ക്ലാസ് ഇവിടെ നാട്ടിൽ വന്നു. 6ാം ക്ലാസ് തൊട്ട് ഞാൻ വീണ്ടും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള തമ്പാനൂർ UPS സ്കൂളിൽ തന്നെ അച്ഛനും അമ്മയും അവിടെയാണ്, പപ്പയും അമ്മയോട് കൊണ്ട് ചേർത്ത് ഞങ്ങൾ അവിടെ പഠിച്ചു. അപ്പൊ കുട്ടിക്കാലം തൊട്ടേ എൻ്റെ സ്വഭാവത്തിൽ ഒരിതെന്ന് പറഞ്ഞാൽ എന്ത് കാര്യം കേട്ടാലും എന്ത് കാര്യം കണ്ടാലും ഞാൻ അതിനെ കാണുന്ന കാര്യത്തിൽ സൂക്ഷ്മതയോടുകൂടി ഞാൻ അത് ശ്രദ്ധിക്കും. എന്താണെന്നുള്ളത് എനിക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അതിന്റെ പേരിൽ ഞാൻ കുഞ്ഞുനാളിലെ പലപ്പോഴും മുതിർന്നവരുടെ മുമ്പേക്ക് ഞാൻ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു. കാരണം അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ ഞാൻ അവരുടെ തിരിച്ചു പറയും. അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ചു പറയുന്നതുകൊണ്ട് ഞാനൊരു തന്റേടിയായിരുന്നു. അപ്പൊ ആർക്കും എന്നെ വളരെ ഇഷ്ടമുള്ള ഒരാളല്ല, ഞാനൊരു ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ എന്റെ മനസ്സിലുള്ള സംശയം എനിക്ക് തിരുത്തണം. അത് ഒരാൾ പറയുന്നത്
തെറ്റാ ശരിയോ എനിക്കത് ക്ലിയർ ആവണം, അതുകൊണ്ട് ഞാനത് എടുത്തു കേൾക്കും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വീട്ടിലേക്ക് എനിക്ക് കുറച്ച് ഇങ്ങനെ ബന്ധുക്കളുടെ ഇടയ്ക്കൊക്കെ എന്നെ ഒരു ഇതായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. അപ്പം സ്കൂളിൽ പഠിക്കുമ്പോഴെങ്ങനെ ഞാൻ പറഞ്ഞില്ല, തമ്പാനൂർ UP ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളാണ്. അവിടെ 7ാം സ്റ്റാൻഡേർഡ് വരെ ഉള്ളൂ. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ ചെങ്ങൽച്ചുള കോളനിയിലെ കുട്ടികളാണ്. ഒരു ക്ലാസ്സിൽ തന്നെ 50ഉം 60ഉം കുട്ടികളുണ്ട് അക്കാലത്ത് ആ സ്കൂളിൽ പഠിക്കുക. അപ്പൊ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ പോലും എനിക്ക് ചെങ്കൽച്ചൂള എന്നോ ഒരു ജാതി എന്ന് പറഞ്ഞൊരു വിവേചനം ഞാൻ ആ സ്കൂളിൽ എനിക്ക് അനുഭവിച്ചിട്ടില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഭൂരിപക്ഷം ആയതുകൊണ്ടായിരിക്കാം പുറത്തുനിന്ന് പറഞ്ഞ ടീച്ചർമാർക്ക് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് പോകാനുള്ള പേടിയുണ്ടല്ലോ, അതുകൊണ്ട് പറയാത്തതായിരിക്കും. എന്ത് തന്നെ ആവട്ടെ, അങ്ങനെ ഒരു അവിവേചനം എനിക്ക് അവിടുന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ 7ാം ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ സിറ്റിക്കകത്തുള്ള അടുത്തടുത്ത സ്കൂളുകളിലാണ് ഞങ്ങളെ പഠിക്കാൻ അഡ്മിഷൻ, അടുത്ത അഡ്മിഷൻ 8ാം ക്ലാസ്സിലോട്ട് പോകുന്ന മറ്റ് സ്കൂളുകളാണ്. പക്ഷെ ആ സ്കൂളുകളിൽ പോകുമ്പോൾ ഒട്ടുമുക്കിയ ആൾക്കാർക്കും അഡ്മിഷൻ കിട്ടാറില്ല. പിന്നെ അഥവാ അഡ്മിഷൻ നമുക്ക് ഒരു 5ഓ 6ഓ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ തന്നെ ആ കുട്ടികളൊക്കെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആകുമ്പോൾ പഠനം നിർത്തും. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ആ സമയത്ത് എനിക്കറിയില്ല. അങ്ങനെ ഞാനും 7ാം ക്ലാസ് കഴിഞ്ഞു 8ാം ക്ലാസ്സിലോട്ടായി. അപ്പൊ ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഞാൻ പഠിച്ച തമ്പാനൂർ UP എന്ന സ്കൂളിന്റെ പേര് അറപ്പുര സ്കൂൾ എന്നാണ്, അറപ്പുരയ്ക്കൽ സ്കൂൾ എന്നാണ്. കാരണം നമുക്കിങ്ങനെ ഒരു വീട്ടുപേരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുപോലത്തെ ഒരു പേരാണ് അറപ്പുര സ്കൂൾ. പക്ഷെ ഞങ്ങളുടെ ഇവിടത്തുള്ള കുട്ടികൾ ഒരുമിച്ച് പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറയാം, നമ്മളിങ്ങനെ നമ്മുടെ തിരുവനന്തപുരം ഭാഷയും എൻ്റെ വാക്കുകൾക്കൊക്കെ കുറച്ച് തെറ്റുകളൊക്കെ കാണുകയൊക്കെ എല്ലാ പ്രേക്ഷകരും ക്ഷമിക്കണം. കാരണം 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അപ്പൊ അതിൻ്റെയൊക്കെ ഒരു കുറവ് കാണും. അപ്പൊ ഞങ്ങളിങ്ങനെ കുട്ടികൾ പോകുന്നത്, എൻ്റെ പുസ്തകത്തിൽ ഞാനൊരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഭാഷകളാ പറയണേ. ഞാൻ എഴുതിയിരിക്കുന്നതിൽ ഞങ്ങൾ ബഹളം വെച്ച് അല്ലെങ്കിൽ അലച്ച്, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെ ഒരുപാട് ഉച്ചത്തിൽ സംസാരിക്കുന്നവര് നിങ്ങൾ എന്തിനാ ഇങ്ങനെ അലപ്പുണ്ടാക്കലെന്ന് പറയും. അപ്പം ഈ അറപ്പുര സ്കൂളിൽ ഞങ്ങൾ ഇങ്ങനെ കുട്ടികൾ ഒരുമിച്ച് പോകുന്ന ഭയങ്കര ബഹളത്തോടാണ് പോകുന്നത്. ആ സ്കൂളിനെ എല്ലാവരും പറയുന്നത് അലപ്പറ സ്കൂൾ എന്നാണ്. അപ്പൊ ഈ അലപ്പറ സ്കൂൾ എന്താണെന്ന് സത്യത്തിൽ എനിക്കും അറിയില്ല. ഞാനും വിചാരിക്കുന്ന സ്കൂളിന്റെ പേര് അലപ്പുറ സ്കൂൾ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അറപ്പുര സ്കൂൾ എന്നൊരു പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കേട്ട് വളരുന്ന അലപ്പുറ സ്കൂൾ. അപ്പൊ ഞങ്ങൾ 8ാം ക്ലാസ്സിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ നമ്മളിങ്ങനെ പറയും, വീട്ടിലെ പേര്, നാടൊക്കെ പറയുമല്ലോ, ഫസ്റ്റ് ദിവസം പറയും. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ, തിരുവനന്തപുരം ജില്ലയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളായ കുട്ടികളുടെ, ഞാൻ പേര് പറയുന്നില്ല, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടി പോകുന്നത്. അവിടെ ചെന്നു പഠിക്കാൻ ഒരുപാടൊന്നും വലിയ പഠിത്തക്കാരിയൊന്നും അല്ലെങ്കിലും സാമാന്യം പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് എഴുതാനും വായിക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. മലയാളം ഭയങ്കര ഇഷ്ടമാണ്, എഴുതാനും വായിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് വായിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. എന്നും പറഞ്ഞിട്ട് ഒരു എഴുത്തുകാരുടെ പുസ്തകവും ഞാൻ വായിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലൈബ്രറിയിൽ കയറാനൊന്നും ഉള്ള ഒരു അവകാശമൊന്നും ഇല്ലായിരുന്നു. ചെങ്കൽച്ചുളയിലെ കുട്ടികളാണല്ലോ, ചേരികളിലെ കുട്ടികളാണ്. അപ്പം ഞങ്ങളെയൊന്നും ആരും ഒരു ലൈബ്രറി കേട്ടില്ല. അപ്പൊ പിന്നെ അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ മനോരമ, മംഗളം, ബാലരാമ, പൂമ്പാറ്റ, ഇതൊക്കെ ഞാൻ എങ്ങനെ വായിക്കുന്നു പറഞ്ഞാൽ, ഞങ്ങളുടെ അടുത്തുള്ള അമ്മച്ചിമാരൊക്കെ ആക്രി പറക്കാൻ പോകുമ്പോൾ ഇവർക്ക് ഈ പുസ്തകങ്ങൾ തന്നെ ഒരു 6-7 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ പുസ്തകം കെട്ടുകിടക്കിന് ഇവർ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും. അപ്പൊ എനിക്ക് വായിക്കാനുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ആ പുസ്തകങ്ങൾ ഒറ്റയടിക്ക് എടുത്ത് കൊണ്ടുവരും, ഇരുന്നങ്ങ് വായിക്കും. ഇപ്പൊ എടുക്കുമ്പോൾ തന്നെ അമ്മച്ചിമാര് വഴക്ക് പറയും, കുട്ടികളെ കൊണ്ട് കീറിക്കളയരുത്, ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്നത്. പക്ഷെ എനിക്ക് അക്ഷരങ്ങളോടുള്ള സ്നേഹവും എനിക്ക് വായിക്കണം എന്നുള്ള ഇഷ്ടവും കൊണ്ട് ഞാൻ കൊണ്ടുപോയി വായിക്കാറുണ്ട്. അപ്പൊ ആ ഒരു വായന എഴുത്ത് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. 8ാം ക്ലാസ്സിൽ പോയി. 8ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയി. അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയില്ലല്ലോ നമ്മള് ചെങ്കൽച്ചുളക്കാരാണ്, ചേരുന്നത് കുട്ടികളാണ്, നമ്മൾ എങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം നമുക്കറിയില്ല. കാരണം നമ്മൾ കഴിഞ്ഞ സ്കൂളുകളിൽ പഠിച്ചപ്പോൾ കുട്ടികളുടെ എല്ലാ സ്വാതന്ത്ര്യ സ്നേഹത്തോടെ പഠിച്ചു പോകുന്നതാണ്. അപ്പം ആ സ്കൂളിൽ ചെന്നപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന കുട്ടികളെ എന്തെങ്കിലും കാരണത്തിൽ കുട്ടികളാണ് പറഞ്ഞ് എന്തെങ്കിലും ഒരു അടിയോ തല്ല് കൂടി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്നെ തന്നെ പറയാം, നമ്മുടെ ഒരു കുട്ടി എനിക്കൊരു 5 അടി തന്നിരിക്കട്ടെ, ഞാൻ ആ കുട്ടിക്ക് 1 അടിയായിരിക്കും തിരിച്ചു കൊടുക്കുന്നത്. പക്ഷെ ടീച്ചർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സാറ് വരുമ്പോൾ എന്റെ ഇത്രയും കാലത്തിന്റെ അറിവ് കൊണ്ട്, ചെറിയൊരു അറിവ് കൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പാഠങ്ങൾ കിട്ടുന്നത് വിദ്യാലയങ്ങളിൽ നിന്നാണ്, ഗുരുക്കന്മാരിൽ നിന്നാണ്. അപ്പൊ ആ ഗുരുക്കന്മാരുടെ ശിക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു വഴി എന്ന് പറയാം. അപ്പം ആ അധ്യാപകർ വന്നിടം കാണുന്ന എന്നെയാണ്, ഞാനെന്ന വ്യക്തി, അല്ലെങ്കിൽ ഞങ്ങളുടെ ചെങ്കൽച്ചുള്ളിൽ പഠിക്കുന്ന അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കുട്ടിയായിരിക്കും കാണുന്നത്. 2 കുട്ടികൾ തമ്മിൽ അടികൂടിയാൽ ഇപ്പൊ ടീച്ചറോ സാറോ ആയിരിക്കും വരുന്നത്. അപ്പൊ സാറ് വരുമ്പോൾ നമ്മുടെ അടുത്ത് കേൾക്കുമല്ലോ, എന്തുകൊണ്ടാണ് അടികൂടി എന്ന് പോലും കേൾക്കാനുള്ള മനസ്സില്ല. സാറ് കാണുന്നത് ചെങ്കൽച്ചുളയിലെ കുട്ടികളായ ഞങ്ങളെ ആയിരിക്കാം. വന്നോട് ആദ്യം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ചെങ്കൽച്ചുളയിലെ കുട്ടികളാണ്,
കോളനിയിലെ പിള്ളേരാണ്, ഇവരോട് കൂട്ടുകൂടരുത്. മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകും. കാരണം പുതിയ വിദ്യാലയം, പുതിയ കൂട്ടുകാര്, പിന്നെ നമ്മൾ എത്ര പഠിച്ചാലും നമ്മളെ ബാക്ക് ബെഞ്ചിൽ കൊണ്ടിരുത്തും. അപ്പൊ പിന്നെ നമ്മളെ മാറ്റി നിർത്തേണ്ടത് നമുക്ക് പോകാൻ പിന്നെ ഒരിക്കലും നമുക്ക് തോന്നില്ലല്ലോ. നമുക്ക് അവിടെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ 1990 വരെ എനിക്ക് തോന്നുന്നു ഇവിടെ SLC വരെ പഠിച്ച കുട്ടികൾ വിരലിലെണ്ണാവുന്ന കുട്ടികളാണ്. അതിൽ അധികം കുട്ടികളൊന്നും മുൻപോട്ട് പഠനത്തിൽ പോയിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് ആ സ്കൂളിലോട്ട് പോകാൻ നമുക്ക് പിന്നെ തോന്നത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ പഠനം അവിടെ വെച്ച് മാറും. അപ്പൊ അവിടെ വെച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, നമ്മളെ എന്താണ് നമ്മൾ കഴിഞ്ഞ സ്കൂളുകളിൽ നമ്മൾ എങ്ങനെയായിരുന്നു, അതുപോലെ അല്ലല്ലോ നമുക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു പിന്നെ അംഗീകാരങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളെ നമ്മളെ കുട്ടികളായി കാണാതെ കുട്ടികളുടെ ഇടയ്ക്ക് പോലും ഒരു വേർതിരിവ്, എത്ര പഠിച്ചാലും അവര് അംഗീകരിക്കാത്ത ഒരു സാഹചര്യം. എന്ത് ചെയ്യണമെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ പിന്നെ നമുക്ക് സ്കൂളിലോട്ട് പോകാൻ തോന്നില്ല. പക്ഷെ അച്ഛനും അമ്മമാരും ഇന്നത്തെ അച്ഛനമ്മമാരെ പോലെയല്ലല്ലോ അന്നത്തെ ആൾക്കാർ. കാരണം അവര് ജോലിക്ക് പോകുന്നവരാണ്. അന്നത്തെ അച്ഛനമ്മമാർക്ക് ഒന്ന് ബസ്സിന്റെ ബോർഡ് വായിക്കണം, അത്രേ ഉള്ളൂ. കാരണം അവര് കുട്ടികളൊന്ന് ബസ്സിന്റെ ബോർഡെങ്കിലും വായിച്ചിരിക്കണം. ആ ഒരു ഇത് മാത്രമാണ് അവർക്കുള്ളത്. അപ്പൊ നമ്മൾ വീട്ടിൽ വന്ന് ഇവരോട് പറയും, പിന്നെ സ്കൂളിൽ എന്തുകൊണ്ട് പോകാത്ത, ഞങ്ങൾ പോകുന്നില്ല, കാര്യം ഇങ്ങനെയാണ്, ടീച്ചർ അടിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ, പക്ഷെ അതിനെ എതിർത്ത് കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ അച്ഛനമ്മമാർക്ക് അന്നില്ല. കാരണം നമ്മളിങ്ങനെ സ്കൂളിൽ പറഞ്ഞു, കോളനിയിലെ കുട്ടികളാണ് നമ്മളെ ജാതി പറഞ്ഞില്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞാൽ അവർക്ക് കേൾക്കാനുള്ളൊരു മനസ്സന്നില്ല. അതിനെ അത്രത്തോളം ചിന്തിച്ചു പറയാനുള്ളൊരു ബോധം നമുക്കുമില്ല. ഒറ്റപ്പെടുന്നത് കൊണ്ട് മാത്രം അവിടെ നമ്മൾ പോകുന്നില്ല, അത്ര മാത്രമേ നമ്മൾ. അപ്പൊ എന്റെ പഠനം അങ്ങനെ അവിടെ ആ 8ാം ക്ലാസ്സിൽ അവിടെ തീർന്നു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ എന്നെ ഇവിടെ തിരുവനന്തപുരത്തിന്റെ ഉള്ള ശ്രീ ചിത്രാ ഹോം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മുടെ അനാഥ കുട്ടികൾ, ആരുമില്ലാത്തവര് നോക്കാൻ, വീട്ടിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ടു നിർത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെയായിരുന്നു പിന്നെ എന്റെ പഠനം 9ാം ക്ലാസ് വരെ. 9ാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചു. അപ്പൊ ഈ പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എഴുതാനും വായിക്കാനൊക്കെ നന്നായിട്ട് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ എഴുതും. പക്ഷെ എഴുതുന്ന കാര്യങ്ങൾ എഴുതി വെക്കണമെന്നോ, അത് നാളെ ഒരു പുസ്തകമാക്കണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഡയറിയോ പേനയോ അല്ലെങ്കിൽ നമുക്കൊരു കെട്ടുറപ്പുള്ള വീടോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പം പലപ്പോഴും ഞാൻ എഴുതുന്ന വെച്ചാൽ അക്ഷരങ്ങളുടെ പുറത്തുള്ള എഴുതുന്നത് എന്ന് പറഞ്ഞാൽ, അമ്മയൊക്കെ ഞങ്ങളെ അരി വാങ്ങാനൊക്കെ പലവ്യഞ്ജന കടയിൽ പറഞ്ഞു വിടും. അപ്പൊ അവിടെ ഇങ്ങനെ അരിയൊക്കെ ഇങ്ങനെ നമുക്ക് തൂക്കി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് തന്നിട്ട് അത് ഒരു ചെറിയൊരു ചാക്കുന്നൂര് പോലത്തെ സംഭവമുണ്ട്, അതിങ്ങനെ ചുറ്റിത്തരും. അപ്പൊ അത് ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെ ചാക്കുന്നൂര് ഇങ്ങനെ മാറ്റി മാറ്റി അക്ഷരങ്ങൾ വായിക്കും. കാരണം അത്രയും അക്ഷരത്തോടുള്ള ഒരു ഇഷ്ടം എനിക്കുള്ളത് കൊണ്ട് ഞാൻ വായിക്കും. പക്ഷെ എനിക്ക് എഴുതണമെന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ ആ അക്ഷരങ്ങളുടെ പുറത്തൂടെ ഇരിക്കുകയായിരുന്നു. അതിനെ ആയിരിക്കും അമ്മ പിന്നെ കത്തിച്ച് കഞ്ഞി വെക്കുന്നതൊക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ എഴുതാൻ അറിയില്ല. പിന്നെ ഞാൻ 1991 വിവാഹ ജീവിതത്തിലോട്ട് കടക്കുന്നു. അപ്പം അവിടെ തൊട്ട് ആ ഒരു കുട്ടിത്തം മാറി. പിന്നെ വിവാഹത്തിലോട്ട് കടന്നു. അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു 15 വയസ്സൊക്കെ ആകുമ്പോൾ വിവാഹം കഴിയുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത്ര മാത്രമല്ല, വേറൊന്നും കൂടെ ഉണ്ട്. കാരണം ഞങ്ങളുടെ ഈ ചെങ്കൽച്ചുളയിലും ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നത് ഇവിടെ ഉള്ളവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്ന. കാരണം പുറത്തുനിന്ന് കല്യാണം കഴിക്കാൻ ആൾക്കാർ ഇവിടെ വരാറില്ല, ഭയം ഉണ്ട്. ഇവിടെ നിന്ന് ആർക്കെങ്കിലും കല്യാണം കഴിക്കണം, പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ ആരെയും കുട്ടികളെ ഇങ്ങോട്ട് അവർ കെട്ടിച്ചു വിടാനുമില്ല. കാരണം പറയുന്നത് ഇവിടെ ഗൂണ്ടകളുടെ ഒരു നാടാണ്, ഇവിടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുള്ള ഒരു സ്ഥലമാണെന്നാണ് ഇവരുടെയൊക്കെ ധാരണ. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ അന്നും ഇന്നും ഈ നാട്ടിൽ അങ്ങനെയല്ല. പക്ഷെ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിലുമുണ്ട്, ഇല്ല എന്ന് ഒരിക്കലും ഞാൻ വിളിച്ചു പറയത്തില്ല. പക്ഷേ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പഠിച്ചൊരു ക്രിസ്ത്യൻ ബോർഡിങ്ങിലാണ്. അമ്മ ഒരു ക്രിസ്ത്യാനിയാണ്, അച്ഛനൊരു ക്രിസ്ത്യാനിയാണ്. പക്ഷെ ഇവരാരും ഒരിക്കൽ പോലും ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും പോകാത്ത ആൾക്കാരാണ്. നമ്മുടെ നാടിന്റെ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. നമ്മള് എല്ലാത്തിനും കൂടെ പിരണ്ട് കിടക്കുന്ന ഒരാൾക്കാരായിരുന്നു. ആ കുട്ടിക്കാലത്ത് തന്നെ ഇവിടുന്ന് ഡി പെന്തക്കോസ്റ്റിൽ പോകുന്ന ഒരു 3-4 കുടുംബങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു 1200 കുടുംബങ്ങളോളം താമസമുണ്ട്. 1200ഓളം കുടുംബം, ഒരു 10,000-8,000-നകത്ത് ആൾക്കാരുണ്ട്. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആയിട്ട് ഒരു 10,000-8,000-നകത്തുള്ള ആൾക്കാർ താമസം. അന്ന് ഇത്രയും വരില്ല, എങ്കിൽ പോലും ഒരു 10,000-4,000 ആൾക്കാർ വരുമായിരിക്കും അന്നത്തെ കാലഘട്ടം. അന്ന് ഇവിടുന്ന് ഒരു 3-4-5 കുടുംബങ്ങൾ മാത്രമാണ് ഇങ്ങനെ ഈ ആരാധനയ്ക്ക് പോകുന്നത്. അപ്പൊ ഒരു 4-5 കുടുംബങ്ങൾ മാത്രമേ ആ TPM അവർ ആരാധനയ്ക്ക് പോകും. അപ്പൊ അവര് സന്ധ്യയാകുമ്പോൾ അവർ പ്രാർത്ഥിക്കും. അവരുടെ പ്രാർത്ഥന ഒരു പ്രത്യേക ശൈലിയാണ്. അപ്പൊ നമ്മൾ ഈ പേര് കൊണ്ട് ക്രിസ്ത്യാനിയാണ്. വീട്ടില് വേളാങ്കണ്ണി മാതാവിന്റെ പടം വെച്ചിട്ടുണ്ട്, ഇവിടുത്തെ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പടം വെച്ചിട്ടുണ്ട്, പിന്നെ കുരിശുമല യേശുക്രിസ്തുവിന്റെ ഒരു പടം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വരാന്തകളിൽ വെച്ച് എല്ലാ ദൈവങ്ങളെ, ദീപാവലിയുടെ ഒരു പടം വെച്ചിട്ടുണ്ട്, ഒരു മുസ്ലിങ്ങളുടെ പടം. എല്ലാത്തിലും വൈകുന്നേരം ആകുമ്പോൾ തിരി കത്തിക്കുക, മെഴുകുതിരി കത്തിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു ശീലമാണ്. ഈ നാട്ടിലെ എല്ലാ വീടുകളിലും
അങ്ങനത്തെ ഒരു ദൈവങ്ങളെ അവർ മാറ്റി നിർത്താറ് എല്ലാം കൂടെ ഒരുമിച്ചുള്ള അത്രയും ഇവിടെ ഒരു അത്രയും പേരെങ്കിലും പള്ളിയിൽ പോകുന്ന ആൾക്കാരല്ല. അപ്പം ഇവിടുത്തെ 4-5 കുടുംബങ്ങൾ മാത്രമാണ് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അവരുടെ ഒരു ആരാധന ഒരു പ്രത്യേക ശൈലിയിലാണ്. സന്ധ്യപ്രാർത്ഥനയ്ക്കൊക്കെ ഇവർ ഇരിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇവർ ആരാധിക്കുന്നത് കാണാൻ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവരിങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പോൾ ഇവർ വേറൊരു തലത്തിലോട്ടാവും. അവർ ഒരു തലത്തിലോട്ടാകുന്നത് ഞങ്ങളുടെ കളിയായി മാറി. ഞങ്ങളുടെ കുട്ടികളുടെ കളിക്കിടയിലെ ഒരു പോർഷനായിട്ട് മാറി. എങ്ങനെ അവരിങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പോൾ വേറൊരു തരത്തിലുള്ള സംസാരം വരും, വാക്കുകൾ വരും. ആ സംസാരത്തിനെ ഞങ്ങൾ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കൈകെട്ടി ഭയങ്കരമായിട്ട് കൈയടിച്ച് ഇങ്ങനെ അത് നമുക്കിങ്ങനെ കളിയാക്കി കൊടുക്കുന്ന അറിയണം. പക്ഷെ പാവം ആ അമ്മച്ചിമാരെ എല്ലാവരും കളിയാക്കുമായിരുന്നു. പക്ഷെ അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും നമ്മുടെ ബൈബിളിൽ അതിന് പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ദേശത്തെ ദൈവം സ്നേഹിക്കുമല്ലോ. അതുപോലെ അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ഇന്ന് ധനജകുമാരി എന്നുള്ള ഞാൻ ഇങ്ങനെ 2 രാജ്യത്തിരുന്ന് നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ ഒരു ധനജകുമാരിയുടെ മഹത്വം കൊണ്ടല്ല. ഞാനൊക്കെ ജനിക്കുന്ന മുമ്പേ ഇവിടെ പ്രാർത്ഥിച്ച് ഇവിടെ കണ്ണുനീരൊഴിച്ച ചില വ്യക്തികളുണ്ട്. അവരുടെ കണ്ണുനീരാണ് ഇവിടെ കിടന്ന് വളർന്ന് ഇന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് ഈ ഒരു സമയം ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു പ്രാർത്ഥന മാത്രം. പിന്നെ റെയിൽവേ എന്നൊരു അപ്പച്ചൻ വരും, ഒരു തമിഴ്നാട്ടിൽ ഒരു അപ്പച്ചനാണ്. അപ്പൊ ഈ അപ്പച്ചൻ വരുമ്പോൾ കുറേ പൈസയും കൊണ്ടാണ് അപ്പച്ചൻ സുവിശേഷം പറയാൻ വരണം. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഈ പൈസയും മുട്ടായിയൊക്കെ വാങ്ങിച്ചു തരും. അപ്പൊ ഞങ്ങൾക്ക് അത് കേൾക്കാൻ വേണ്ടി മാത്രം അപ്പച്ചന്റെ കയ്യിരിക്കുന്ന പൈസയും കിട്ടും. ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്തൊരു വക്യൂ കടയെന്ന് പറഞ്ഞൊരു കടയുണ്ട്, ഒരു ചായക്കട. അവിടെ ഈ വാഴയ്ക്കൊപ്പം മോദകം ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങളൊക്കെ കാണും. ഈ അപ്പച്ചൻ വരുന്ന ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇത് വാങ്ങിച്ചു തരാൻ വേണ്ടി അപ്പച്ചൻ ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ എല്ലാ വീട്ടിലും അപ്പച്ചൻ പുതിയ നിയമം കൊണ്ട് കൊടുക്കും. ഹിന്ദുക്കളെ വീട്ടിലും കൊടുക്കും, മുസ്ലിങ്ങളുടെ വീട്ടിൽ എല്ലാവരും പുതിയ നിയമം കൊണ്ട് കൊടുക്കും. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെ ഭക്തി ഉണ്ടല്ലേ, അപ്പച്ചന്റെ പാട്ട് കേൾക്കാൻ ഒരു ഭംഗിയുണ്ട്. തമിഴ് പാട്ടൊക്കെയാണ് യേശുവിനെ കുറിച്ചൊക്കെ പാടുന്നത്. പിന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതിലും ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മിടുക്കി എന്നല്ല, എനിക്ക് എവിടെയും എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എപ്പോഴും എനിക്ക് ഞാനായിരിക്കണം എന്നുള്ള ആളാണ്. അപ്പൊ ഞാൻ ഈ അപ്പച്ചൻ പറഞ്ഞതിന് ശ്രദ്ധയോടെ കേൾക്കും. അപ്പൊ ഇവരെല്ലാവരും കാണും കൂടുതൽ മുട്ടായി എനിക്ക് വേണം. പക്ഷെ അപ്പച്ചൻ പറഞ്ഞു തരുന്ന യേശുവിന്റെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അല്ല യേശു ജനിച്ച സ്ഥലം, ഇതൊക്കെ പെട്ടെന്ന് ഞാൻ പറയും. അങ്ങനെ ഒരു ശീലം എനിക്ക് അക്കാലത്ത് എനിക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ 15 വയസ്സൊക്കെ ആയപ്പോൾ വിവാഹം കഴിഞ്ഞു. വെട്ടക്കെടുത്ത് തന്നെ താമസിക്കുന്ന ഒരാളുമായിട്ട് ഇഷ്ടപ്പെട്ടു. പേര് ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് പേര് സതീഷ് എന്നാണ്. ഞാൻ അത്യാവശ്യം അന്ന് നല്ല സൈസൊക്കെ ഉള്ള ഒരു 15 വയസ്സാണെങ്കിലും ഒരു നല്ല സൈസൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഒരു ചെറിയൊരു മെലിഞ്ഞിട്ടൊരാളായിരുന്നു. പുള്ളി ഒരു ഡാൻസർ ആയിരുന്നു അന്ന്. ഞാനത് അങ്ങനെ പറയാൻ കാരണം എൻ്റെ ജീവിതത്തിലെ ഒരുപാട് മേഖലകളിൽ ഞങ്ങൾ ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ ഞങ്ങൾ രണ്ടുപേരും 35 വർഷം വിവാഹം കഴിഞ്ഞിട്ട് ദൈവത്താൽ ഇന്ന് വരെ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരുപാട് പ്രതികൂലങ്ങൾ. പക്ഷേ ഞങ്ങളുടെ കോളനിയിലുള്ള ആൾക്കാർ ഞങ്ങളെ വിധിച്ചിട്ടുണ്ട്. കാരണം അത്യാവശ്യം ഞാൻ അത്യാവശ്യം ഇങ്ങനെ സുന്ദരിയൊന്നുമല്ല, എങ്കിലും കുറച്ച് കാണാനൊക്കെ കുറച്ച് കൊള്ളുന്നുണ്ട്. പലരും എൻ്റെ ബന്ധുക്കൾ പോലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവിനോട് 6 മാസം ഒരുമിച്ച് ഞാൻ ജീവിക്കില്ല, ഞാൻ മോശമായ രീതിയിൽ പോകും എന്ന് എന്നെ മുദ്ര കുത്തിയിട്ടുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ശരീരഘടനയും എൻ്റെ ഒരു ശരീരഘടനയൊക്കെ വെച്ച് അവർ പറഞ്ഞതാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം ചേർത്തതിനെ ദൈവം ഒരിക്കലും ദൈവത്താലല്ലാതെ മറ്റൊരു മനുഷ്യനാലും വേർപെടുത്താൻ പറ്റില്ല. കാരണം സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുമിച്ച് ചേർത്ത് അത് മനുഷ്യരാൽ വേർപെടുത്താൻ പറ്റില്ല. ദൈവത്താൽ അത് സംഭവിച്ചതാണ്. കാരണം നമ്മളെ ഒരുമിച്ച് ജീവിക്കണം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമായിരിക്കാം. അപ്പൊ അതുകൊണ്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഭർത്താവ് മക്കൾ എന്നുള്ളൊരു ചിന്തയല്ലാതെ മറ്റൊരു ചിന്ത എനിക്ക് ഈ നിമിഷം വരെയും എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ ദൈവം മാനിക്കും എന്നാണ് നമ്മുടെ വചനങ്ങളെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പേര് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ. പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരുടെയൊക്കെ വലിയ ആളാണ് ഞാൻ, ഭയങ്കര സ്മാർട്ട്നെസ് ഉള്ള ഒരു കുട്ടിയായിരുന്നു അന്ന്. പക്ഷെ ജീവിതത്തിലോട്ട് കടന്നപ്പോൾ അവരുടെയൊക്കെ ഹസ്ബൻഡ് തടിയുള്ളവരും പൊക്കമുള്ളവരൊക്കെയാണ്. എനിക്ക് കിട്ടിയ ജീവിതം ഇങ്ങനെ ഹസ്ബൻഡ് ഒരു ഡാൻസർ ആയിരുന്നു. അന്ന് പുള്ളിക്ക് 19 വയസ്സുള്ളായിരുന്നു, എനിക്ക് 16 വയസ്സ് ആയില്ല, 15 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ പക്വതയില്ലാത്ത പ്രായത്തിൽ വിവാഹം കഴിഞ്ഞതിനായി കുറെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. പിന്നെ ഞങ്ങൾക്ക് വീടില്ല. ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോ തന്നെ നമ്മുടെയൊക്കെ നാട്ടിലൊരു സംസ്കാരം ഉണ്ടല്ലോ, ഒരു മരുമകൾ വന്നു കയറുമ്പോൾ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് അവരുടെ ജീവിതത്തിൽ അവർ നന്നായിട്ട് ബാധിക്കും. അതുപോലെ എന്നെ വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡിന്റെ അമ്മയൊക്കെ ഇങ്ങനെ ഇതുപോലെ കൂലിപ്പണിക്ക് പോകുന്നവരാണ്. അപ്പൊ എന്നെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവർക്ക് 2 ആൺമക്കളാണ്. അവര് അന്ന് ഈ ഫോറൻ പേശകളൊക്കെ ലുങ്കിയാണ് അവർ ഉടുക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് സന്തോഷത്തിൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ലുങ്കി ഇതൊക്കെ എടുത്ത് ഇങ്ങനെ അശയിലിട്ട്, കാരണം എനിക്കും ഉടുക്കാം, കൊച്ചുകുട്ടിയാണ്. ഞാനന്ന് നൈറ്റി ഒന്നും നമ്മുടെ നാട്ടിൽ അന്ന് കാലത്ത് അത്രയൊന്നും ഫാഷൻ അല്ല നൈറ്റി ഒന്നും. അപ്പൊ ഇതൊക്കെ എടുത്ത് ഇട്ടു. പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണല്ലോ, അന്ന് തന്നെ നമ്മുടെ വീട്ടിനകത്ത് കാരണം ഈ വിളക്ക് കത്തിച്ച്, കാരണം ഇരുട്ടാണ്, ഭയങ്കര ഇരുട്ടുള്ള സ്ഥലമാണ്. ഒരു 4-5 മുറി ഇങ്ങനെ തിരിച്ചാണ് വാടകയ്ക്ക് കൊടുത്തിരുന്നത്.
ഞാൻ ഈ വിളക്കും കൊണ്ട് ഇങ്ങനെ കയറിപ്പോയി. വിളിച്ചുകൊണ്ട് വന്നതിന്റെ 3 ദിവസം കഴിഞ്ഞപ്പോൾ, വിവാഹം കഴിഞ്ഞതിന്റെ ഞാൻ ഇറങ്ങിപ്പോയതാണ്. ഹസ്ബൻഡുമായിട്ട് സ്നേഹിച്ച് ഇറങ്ങിപ്പോയാണ്, കല്യാണം കഴിച്ചു കൊടുത്തില്ല. അതാണ് ഞാൻ ഈ വിളിച്ചു കൊണ്ടുവന്നുള്ള വാക്ക് പറഞ്ഞു. അപ്പം ആ 3 ദിവസമായപ്പം ഈ ഒരു വിളക്ക് ഞാൻ അകത്ത് കയറിപ്പോയി. അകത്ത് കയറിപ്പോയപ്പോൾ ഈ ഫോറൻ കൈലിയിൽ ഈ തീ എന്ന് കത്തിപ്പിടിച്ചു. പക്ഷെ ഇത് ഒരുപാട് കത്തിയില്ല, അത്രയും ഉരുകിപ്പോയി. ഉരുകി ആ വീട് മൊത്തം അങ്ങ് കത്തി. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും 35 വർഷമായി വിവാഹം കഴിയാൻ. ഈ ഡിസംബർ ആകുമ്പോൾ 35 വർഷമാവും. 34 വർഷം അമ്മ മിണ്ടിയിട്ടില്ല. ഇപ്പൊ 6 മാസമായിട്ടുള്ള അമ്മായി മിണ്ടിയിട്ട്. അതും ദൈവഗ്രഹം. ഇത്രയും നാള് മിണ്ടിയിട്ടില്ല. കാരണം വന്നിടം മരുമകൾ വീട് കത്തിക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥ അറിയാലോ. ഒരിക്കലും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ വന്ന ഒരു പാകപ്പഴയാണ്, പക്വതയില്ലാത്ത പ്രായത്തിലുള്ള. അപ്പം പിന്നെ ഹസ്ബൻഡ് ഒരു ഡാൻസർ ആയിരുന്നു. പുള്ളി നന്നായിട്ട് മദ്യപിക്കും അന്നത്തെ കാലങ്ങൾ. പുള്ളി പ്രോഗ്രാമിനൊക്കെ പോയിട്ട് വന്ന ആ ഒരു വീടും കുടുംബവും എന്നുള്ള പക്വതയില്ലാത്തതുകൊണ്ടാണ് പറ്റാത്ത. കാരണം കൊച്ചുകുട്ടിയല്ലേ, 19 വയസ്സായ ഒരു ആൾക്കെന്തേ. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പ്രഗ്നന്റ് ആവുന്നു, 2 കുട്ടികളെ പ്രസവിക്കുന്നു. ഒരു കൊച്ചിന് 1 വയസ്സുള്ളപ്പോൾ അടുത്ത കൊച്ചിനെ പ്രസവിക്കുന്നു. 18 വയസ്സാകുന്ന മുമ്പേ 2 ആൺമക്കളെ ജനിച്ചു. പിന്നെ എന്റെ സഹോദരനെ കുറിച്ച് പറയണം. എന്റെ സഹോദരൻ ഇവിടെ ഞങ്ങളുടെ ചെങ്കുച്ചുള്ളയെ സംബന്ധിച്ച് ഒരാളെ ഒരു കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അവരെ കുറ്റക്കാരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ നാട്ടിലുള്ള. എവിടെ എന്ത് നടന്നാലും ചെങ്കുച്ചുള്ളക്കാരെ പ്രതികളാക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ പോലീസ് അധികാരികൾ. പിന്നെ എന്റെ സഹോദരൻ ഒരു കേസിൽ പ്രതിയായി, പിന്നെ നിരന്തരം അവൻ കേസിന് പ്രതിയായി. പിന്നെ അമ്മയ്ക്കും പപ്പയ്ക്കും ഞങ്ങൾക്ക് ആകെ കൂടെ ഗവൺമെന്റിന് കിട്ടിയ ഒരു വീട് മാത്രമേ ഉള്ളൂ. പലപ്പോഴും അവന്റെ കേസിന് വേണ്ടി ആ വീട് പണയം വെക്കുകയും, പിന്നെ ഞങ്ങൾക്ക് ഗവൺമെന്റിന് കിട്ടിയ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീട് പലപ്പോഴും ഇവന് കേസ് പറയാൻ വേണ്ടി അമ്മ ഒറ്റി വെക്കുകയും പണയപ്പെടുത്തുകയും ചെയ്യും. എന്നെ വിളിച്ചുകൊണ്ട് എന്റെ ഭർത്താവ് ഞാൻ കുടുംബമായി, എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, കിടക്കാൻ വീടില്ല. അപ്പൊ അമ്മ വീടിങ്ങനെ പണയപ്പെടുത്തി സഹോദരന് കേസ് പറയുന്നതുകൊണ്ട് അമ്മയുടെ സഹോദരങ്ങൾ ആരും വീട്ടിൽ പിടിച്ചു കയറ്റി നിർത്തിയൊന്നുമില്ല. കാരണം എന്നും സഹോദരനെ തിരക്കി പോലീസ് വരും. അപ്പൊ അതൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ട്. 2 കുട്ടികള്, 2 കൊച്ചുങ്ങൾക്കും 1 വയസ്സിന് വ്യത്യാസമുള്ള 2 പിള്ളേര്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എനിക്ക് 18 വയസ്സ് പോലും ആയിട്ടില്ല. ഇപ്പം ജീവിതത്തിൽ ഞാൻ എല്ലാ മേഖലയിലും ഞാൻ തകർന്നു പോയി. കാര്യം ആരുമില്ല എന്നെ പിടിച്ചണയ്ക്കാൻ. പിന്നെ ജീവിതം എനിക്ക് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് അറിഞ്ഞുകൂടാ. ഞാനാണ് എന്ന് പറഞ്ഞൊരു ഭാവത്ത് നടന്ന ഒരാളാണ്. കൂട്ടുകാരുടെ ഇടയ്ക്ക് ഞാൻ എന്തോ, അപ്പൊ അവരുടെയൊക്കെ മുമ്പേ ഞാൻ ഒരു പരിഹാസമായി തീർന്നു. എന്നെ കാണുന്നവരൊക്കെ വല്ലാതെ എന്നെ പുച്ഛിക്കും തുടങ്ങി. എന്നെ ആരും എനിക്ക് ആശ്രയം, അമ്മ മാത്രം പിന്നെ എനിക്ക് ആശ്രയം. പപ്പയ്ക്ക് ഒരു ചെറിയൊരു കമ്പനിയിൽ അന്ന് ചുമട്ട് തൊഴിലാളിയാണ്, ഒരു കമ്പനി സ്റ്റാഫായിട്ട് പപ്പ നിൽക്കുന്നുണ്ട്. സഹോദരൻ ഇങ്ങനെ പറഞ്ഞാലൊന്നും കേൾക്കാത്തതുകൊണ്ട് പപ്പ നേരെ ആ കമ്പനിയിൽ പോയി. പപ്പ അവിടെ തന്നെ നിന്ന്. പിന്നെ അമ്മ മാത്രം എന്റെ പുറകെ, എന്റെ അമ്മ മാത്രമേ എനിക്കുള്ളായിരുന്നു. അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഹസ്ബൻഡിന്റെ കുടുംബക്കാരെല്ലാരും ഈ പെന്തക്കോസ് അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരായിരുന്നു. ആ സമയത്ത് ഇവിടെ കുറച്ച് പെന്തക്കോസിന്റെ ആരാധനകൾ കൂടി വന്നു. അപ്പൊ അതില് നമ്മുടെ ദാസ് പാഷ എന്ന് പറഞ്ഞ ദാസ് പാഷ്, പാസ്റ്റർ ഏലിയാസ്, സാമുവേൽ, പിന്നെ മനുവില് അപ്പച്ചൻ, ജോർജ് പാസ്റ്റർ, പാസ്റ്റർ ഫ്രാൻസിസ്, പാസ്റ്റർ ബാബു, പിന്നെ ഒരു പാസ്റ്റർ ബാബു, അങ്ങനെ കുറച്ച് ദേവദാസന്മാരൊക്കെ ചേർന്ന് ഇതിനകത്ത് ഒരു ചെറിയൊരു ആരാധന തുടങ്ങി. അന്ന് അതുവരെ ഇവിടെ പെന്തക്കോസ് ആരാധന ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങി. കുറച്ച് ആൾക്കാർ രക്ഷിക്കപ്പെട്ടു തുടങ്ങി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഹസ്ബൻഡിന്റെ മാമനാണ് സാമുവേൽ പറഞ്ഞു, പുള്ളിയുടെ വീട്ടിലാണ് ഒരു മുറിയിൽ ആരാധന നടക്കുന്നത്. അപ്പൊ പറഞ്ഞു, നിങ്ങളെ ദൈവത്തെ അറിയണം, ദൈവത്തെയൊക്കെ അറിഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. സത്യത്തില് ഹസ്ബൻഡ് വെള്ളമടി നിർത്തും എന്ന് പറഞ്ഞ് മാത്രമാണ് ഞാൻ പള്ളിയിൽ പോയത്. ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ ഒരുമിച്ചാണ് സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനിച്ചത്. എന്തോ കാരണത്താൽ പുള്ളി സ്നാനപ്പെട്ടില്ല. ഞാൻ 1994 ഡിസംബർ മാസത്തിൽ ഞാൻ സ്നാനപ്പെട്ടു. കാരണം ആ മാസം തന്നെ 17-ാം തീയതി ഹസ്ബൻഡ് സ്നാനപ്പെട്ടു. 1 മാസം ആവുന്ന ഹസ്ബൻഡ് പിന്മാറ്റത്തിലായി. പിന്നെ എനിക്കും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുടി നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞ് അവിടെ വന്ന് കയറിയത് ഒരു മരുന്ന് പോലെ. ദൈവമായിട്ട് നമുക്കൊരു ബന്ധമില്ലായത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം എന്നെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു. എല്ലാവരും വെറുക്കപ്പെട്ടപ്പോൾ ദേശത്ത് ഞാൻ ഒരു ഭ്രഷ്ടയായി തീർന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു തന്റേടിയായിരുന്നു. പക്ഷേ ചില സമയങ്ങളിൽ ആ തന്റേടം എന്നെ വളരെ നിലനിർത്തിയിട്ടുണ്ട്. കാരണം ചില സമയത്ത് ദൈവം നമുക്ക് കാരണം ഒരാൾ പോലും നിന്നെ പിടിച്ചണക്കി ഒരു രാത്രി അന്തി ഉറങ്ങാൻ എനിക്കൊരു സ്ഥലമില്ലായിരുന്നപ്പോ ഈ ചെങ്കൽസുള്ള ദേശത്ത് ഞാൻ പല വീടുകളുടെ ഷെയർ കേസിന്റെ അടിയിൽ ഞാൻ കിടന്നിട്ടുണ്ട്. എന്റെ ആൺമക്കളെ വെച്ച് ഒരാൾ പോലും എന്നെ ഇച്ചിപ്പോന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഞാനൊരു തന്റേടി ആയതുകൊണ്ട് ഞാൻ എതിർക്കുമെന്നുള്ളൊരു വിചാരം അവർക്കുള്ളതുകൊണ്ട് അത് ചില സമയത്തും ചില കാര്യങ്ങളും നമുക്ക് ദൈവത്താൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. അപ്പൊ വീടൊന്നുമില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യണം? ഞാനും പിന്മാറ്റത്തിലായി. ഇനി ജീവിക്കണ്ട എന്ന് തന്നെ ഞാൻ ചിന്തിച്ചു. എന്ത് ചെയ്യാം? നേരെ ഞാൻ 2 മക്കളെയും എടുത്ത്, അപ്പോഴെന്റെ മൂത്തവന് ഒരു 4-5 വയസ്സുണ്ട്, ഇളയാൾക്ക് ഒരു 3 വയസ്സ് വരും. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. കാരണം പിന്നെ മരിക്കണം എന്നുള്ള. അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞു, പള്ളിയിൽ പോകുന്നില്ല, സ്നാനപ്പെട്ടു. മരിക്കണം എന്ന ചിന്തയെ, മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളുടെ ബോഡി പോലും ഈ നാട്ടിൽ
അവരാരും കാണാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് ഞാൻ നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. അപ്പൊ അവിടെ ഒരു ട്രെയിൻ കിടക്കുകയാണ്. ഞാൻ നേരെ ആ ട്രെയിനിൽ കയറി. ആ ട്രെയിൻ എവിടം വരെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അതിൽ കയറി ഇങ്ങനെ കുറേ ദൂരം ടിക്കറ്റ് എടുത്തു പറഞ്ഞു എറണാകുളം വരെയാണ് ആ ട്രെയിൻ ഉള്ളത്. എറണാകുളത്തെ ട്രെയിൻ തീരുമെന്ന് പറഞ്ഞു ടിക്കറ്റ് എടുത്ത് ട്രെയിൻ കയറി. അതിനകത്ത് 2 കന്യാസ്ത്രീമാരുന്നു. അപ്പൊ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ ഈ കന്യാസ്ത്രീമാരെന്ന് പറയുമ്പോൾ ഭയങ്കര അനുതാപമുള്ളവർ, അവർക്ക് ഇങ്ങനെ അനാഥ മന്ദിരമൊക്കെ ഉണ്ടല്ലോ. ആ ഒരു മൈൻഡ് വെച്ച് ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് ഒരു അനാഥ മന്ദിരം പറഞ്ഞു തരൂ, എന്റെ 2 മക്കളെയും കൊണ്ട് എനിക്ക് നിൽക്കാൻ. അപ്പൊ അവരോട് പറഞ്ഞു, ഞങ്ങൾ എറണാകുളത്ത് ഒരു ആവശ്യം ആയിട്ട് വരുന്നതാണ്, 100 രൂപ എന്റെ കൈ തന്നിട്ട് പറഞ്ഞു. അവിടെ കുറെ ചർച്ചകളൊക്കെ കാണും ഇങ്ങനത്തെ, ഏതൊക്കെ സ്ഥലം പറഞ്ഞു, എനിക്ക് അത്രയും ഓർമ്മയൊന്നുമില്ല, നിങ്ങൾ അവിടെ പോയി തിരക്കണം. അപ്പൊ അതില് എനിക്ക് ഇങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി, ഞാൻ ഓട്ടോയിൽ കയറി. ഓട്ടോയിൽ വരുമ്പോൾ തന്നെ കടലും കായലും കൂടെ ഉള്ള ഒരു സ്ഥലം അടുത്ത് അവിടെ ചെന്ന് ഓട്ടോ, അന്നൊരു വിഷു ദിവസമായിരുന്നു. ഓട്ടോയിൽ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോ അവിടെ നിൽക്കുകയാണ്. ഞാൻ അവിടെ നിന്നിട്ട് എന്റെ കയ്യിൽ ഒരു കവർ കുറച്ച് തുണിയുണ്ട്. 2 കുട്ടികൾ എന്ന് വെച്ചാൽ 2 കുഞ്ഞു കുട്ടികളാണ്. എന്റെ മനസ്സിൽ കുട്ടികളെ എടുത്ത് കായലിലിടുക, എനിക്കും എടുത്ത് ചാടുക, മരിക്കാൻ വേണ്ടി അവിടെ പോകും. എന്റെ ബോഡി പോലും ഈ നാട്ടിൽ കിട്ടരുത് എന്നൊരു ചിന്ത കൂടെയാണ് ഞാൻ വിശ്വസിച്ച് വന്ന ഒരാൾ എന്റെ ജീവിതത്തിൽ എനിക്കൊരു തണലായില്ല. കയറി കിടക്കാൻ ഒരു വീടില്ല. നമുക്ക് എന്തൊക്കെ ഇല്ലെങ്കിലും നമുക്കൊരു കിടക്കാടം ഉണ്ടെങ്കിൽ പട്ടിണിയായി നമുക്ക് കിടക്കാമല്ലോ. അപ്പൊ അതൊന്നും ഇല്ലാതെ വന്നപ്പം മരിക്കണം എന്നുള്ള ചിന്തയോടെയാണ് ഞാൻ അവിടെ പോയത്. എന്റെ യാത്രയിൽ ദൈവം എന്നെ കണ്ടിരുന്നു. പിന്നെ ചില യാത്രകൾ നമുക്ക് തരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നമുക്ക് കാണാൻ, ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന വഴികളാണ്. കാരണം ആ ഒരു വഴികളൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഈ പുസ്തകം എന്ന് പറഞ്ഞ ഒരു കാര്യം എഴുതാൻ പറ്റില്ലായിരിക്കാം. ഞാനത് വഴിയെ പറയാം. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഞാൻ അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഒരു പോലീസ് വേണ്ടി 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഞങ്ങൾ നിൽക്കുന്ന നിപ്പ് കണ്ടപ്പം അവർക്ക് മനസ്സിലായി എന്തോ ഇത് പ്രശ്നം. അതിനിടയ്ക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ചിന്ത, ഒരു നിമിഷം കൊണ്ട്, ഒരിക്കലും കടലും കായലും ഞാൻ നീന്തി കയറില്ല, പക്ഷെ ഞങ്ങളുടെ തൊട്ടടുത്ത് ചെങ്ങൽച്ചുളയിൽ ഒരു ക്ഷേത്രകുളമുണ്ട്. അവിടെയാണ് ഞങ്ങൾ കുളിക്കാനൊക്കെ പോകുന്നത്. അത്യാവശ്യം നീന്താൻ അറിയാം. ഇന്ന് ആരോ പറയുമ്പോൾ എന്റെ മനസ്സിൽ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് ചിന്തിച്ച്, കുട്ടികളെ എടുത്തിട്ട് കുട്ടികൾ വെള്ളം കുടിച്ച് മരിക്കും, ഞാൻ നീന്താൻ അറിയാന്നുള്ളതുകൊണ്ട് ഒരിക്കലും കടലും കായലും നീന്തി കയറത്തില്ല. ചിലപ്പം കൈയും കാലും പൊക്കി വിടുന്ന ഞാൻ ജീവിതത്തിലോട്ട് തിരിച്ചു വന്ന എന്റെ മക്കളില്ലാത്ത ലോകത്ത് ആൾക്കാർ പറയില്ലേ മക്കളെ കൊന്നെന്നുള്ളൊരു പേര് കേൾക്കൂല എന്നുള്ള ഒറ്റ നിമിഷം ദൈവം കൊണ്ടുവന്ന ആ ഒരു ചിന്ത. പെട്ടെന്ന് എന്റെ അടുത്ത് പോലീസ് ജീപ്പ് വന്ന് ചവിട്ടി നിർത്തി. നിങ്ങളെ എന്താണെന്ന് കാര്യം ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ശരി, വണ്ടിയിൽ കയറാൻ പറഞ്ഞു. ഞങ്ങളെ വണ്ടി കയറ്റി ഇടക്കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ സെറ്റിൽമെന്റ്, എറണാകുളത്ത് തന്നെ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ കോർപ്പറേഷന്റെ ഒരു സ്ഥാപനമുണ്ട്. അത് ഈ റോഡിൽ കിടക്കുന്നവരെ, മറ്റ് കേസുകളിൽ പിടിക്കുന്നവരെ, ഭ്രാന്തന്മാരെ, വിഷക്കാരെ, ഇവരെല്ലാവരെയും കൊണ്ടിടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് എന്നെ എന്റെ 2 മക്കളെയും കൊണ്ട് നിർത്തി. അന്നത്തെ ദിവസം രാത്രി എന്റെ മക്കൾ ഞാനും ഉറങ്ങിയിട്ടില്ല. കാരണം വ്യത്യസ്തമായ ഒരു സ്ഥലം, ഒരു സാഹചര്യം, കുട്ടികൾക്ക് വെള്ളം പോലും, അവിടെ ചെന്നപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ട്, പക്ഷെ ആ ഭക്ഷണം കഴിക്കാൻ, ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടാത്ത ഭക്ഷണം അവിടെ ഭക്ഷണം കിട്ടി, പക്ഷെ ആ ഭക്ഷണം കഴിക്കാനുള്ള അന്തരീക്ഷമല്ല അവിടെ. ഭയന്നു പോയി. ഒരു കുപ്പി നിറച്ച് തേയില വെള്ളമൊക്കെ തന്നു കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ. ഒരുപക്ഷെ എന്റെ നാട്ടിലാണെങ്കിൽ എനിക്ക് അത് വാങ്ങിക്കൊടുക്കാൻ പോലും നിവർത്തിയില്ല. പക്ഷെ എനിക്ക് അത് അവിടെ ഭക്ഷണവും തേയില കിട്ടിയെങ്കിലും അത് കഴിക്കാൻ എന്റെ മക്കളും ഞാനും കൂട്ടാക്കിയില്ല, ഭയന്നിരിക്കുകയാണ്. അപ്പോഴത്തന്നെ അവരിവിടെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. സ്റ്റേഷനിൽ നിന്ന് എന്റെ അമ്മയൊക്കെ അറിയിച്ചു. അമ്മയൊക്കെ നേരെ അവിടെ വന്ന് രാവിലെ ആയപ്പം എന്നെ വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നു. വീണ്ടും അമ്മ കൊണ്ടുവന്ന് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് തന്നെ എന്റെ അമ്മ ആക്കി കൊടുത്തു. അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അമ്മ ജീവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ കോണിക്കകത്ത് പലതരത്തിലുള്ള ജീവിതങ്ങളുണ്ട്. 1-2 വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. എത്ര പ്രശ്നങ്ങൾ വന്നാലും ഭർത്താക്കന്മാരോട് ജീവിക്കുന്നവരാണ്. അപ്പൊ അതുപോലെയാണ് അമ്മ. 2-3 വർഷം ഇവർ തമ്മിൽ പിണങ്ങി നിന്നാലും ഇവർ ഒരുമിച്ച് ജീവിക്കുള്ളൂ. മറ്റൊരാൾ വേറെ, ഇന്നത്തെ കാലത്തും ഡൈവേഴ്സ് മറ്റു കാര്യങ്ങൾ പോകുമ്പോൾ ഇവരങ്ങനെയല്ല. ഇവർ പിണങ്ങി നിൽക്കുന്നവർ ഇവരെ സ്നേഹത്തിന് മാറ്റുകൂടിയാണ്. അപ്പൊ അതേ സ്വഭാവമാണ് അമ്മ. ആ അമ്മയെ കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പൊ എനിക്ക് എത്ര പ്രശ്നമുണ്ടെങ്കിൽ എന്റെ ഭർത്താവിനെ വിട്ടിട്ട് പോകണം എന്നൊരു ആഗ്രഹം എനിക്ക് തീറ്റി തോന്നില്ല. മരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷെ ഭർത്താവിനെ കളഞ്ഞിട്ട് മറ്റൊരു അത് തോന്നിയിട്ടില്ല. അപ്പം വീണ്ടും ഇവിടെ വന്നു. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. വീണ്ടും പുള്ളി 2 ദിവസം കുടിക്കാതിരിക്കും, വീണ്ടും കുടിക്കും. അങ്ങനെ പിന്നെ ഞാൻ 2 പ്രാവശ്യം മണ്ണെണ്ണ എടുത്ത് വീഴ്ത്തി. 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യുന്നില്ല. ഒരിക്കലും ആത്മഹത്യ ഒരു പരിഹാരമല്ല. കാരണം ഞാൻ എന്നെ ചിന്തിക്കാറുണ്ട്, ജീവിതത്തിൽ എന്റെ പക്വതയില്ലാത്ത പ്രായത്തിൽ ഞാൻ അന്നത് ചിന്തിച്ചെങ്കിലും അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെയുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ദൈവത്തിന്റെ സാക്ഷിയായി എനിക്ക് എന്നെ ദൈവം 2 തലത്തിലാണ് എന്നെ ദൈവം മാനിച്ചിരിക്കുന്നത്. കാരണം എന്നെ ആത്മീയ ഗുണത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ അവസ്ഥയിലും കൂടെ ദൈവം എന്നെ കൊണ്ടുപോവുകയാണ്. ലോകത്തിന്റെ എത്രയൊക്കെ അംഗീകാരം ഉണ്ടോ അതും ദൈവം എനിക്ക് വാങ്ങിച്ചു തരികയാണ്. കാരണം എനിക്ക് ബൂസ്റ്റ് ചെയ്ത് വാങ്ങിച്ചു തരാൻ ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് വിദ്യാഭ്യാസമില്ല, ജനിച്ച നാടിനൊരു ഗുണമില്ല, എനിക്കൊരു ജാതി ഗുണമില്ല, പിന്നെ എനിക്ക് യാതൊന്നും ഇല്ലാത്ത എന്നെ ഇത്ര അധികം മാനിക്കണമെങ്കിൽ അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അല്ലാതെ നമുക്ക് പറ്റത്തില്ല. കാരണം അത് ഞാൻ എവിടെ വരെ വേണം പറയാൻ, എനിക്കതിന് യാതൊരുവിധ മടിയുമില്ല.
അങ്ങനെ ഞാൻ അപ്പൊ എന്റെ കുടുംബജീവിതം വീണ്ടും മുൻപോട്ട് പോകണം. 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടെ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. കാരണം എന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് പൂർത്തീകരിക്കാതെ ദൈവത്തിന്റെ ഇഷ്ടം അത് പൂർത്തീകരിക്കാൻ നമ്മളെ ആരും ദൈവം വെറുതെ വിടത്തില്ല. ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കണം. വീണ്ടും ഞാൻ എങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ജീവിതത്തിൽ പറ്റുന്നില്ല, ജീവിക്കാൻ 2 പ്രാവശ്യം ആത്മഹത്യ ശ്രമിച്ചു. എന്റെ മകന് 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പുള്ളി ഞാൻ പൂർണ്ണമായിട്ട് മകനെ 4ാം ക്ലാസ് മകൻ പാസ്സായി. 5ാം ക്ലാസ് ആയപ്പോ പിന്നെ എനിക്ക് 2 ആൺമക്കളാണല്ലോ, ഇത് കണ്ടല്ലേ നമ്മുടെ മക്കളും വളരുന്ന എന്നുള്ളൊരു ജീവിതം വേണ്ട, പുള്ളിയായിട്ട് ഇനി ഒരു ജീവിതം വേണ്ട, അത് പൂർണ്ണമായിട്ട് തീരുമാനിച്ചു. വേണ്ട, ഇനി മുൻപോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. ഇതൊക്കെ പറയുമ്പോഴും വേറൊരു സത്യം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ പ്രശ്നക്കാരനാണ്, ഇത്രയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം പോലും പുള്ളി ഞങ്ങളെ വിട്ട് മാറിപ്പോയിട്ടില്ല. ഞാനാണ് പലപ്പോഴും പുള്ളി വിട്ട് പോയിട്ടുള്ളത്. ഒരിക്കൽ പോലും പുള്ളി ഞങ്ങളെ വിട്ട് പോയിട്ടേ ഇല്ല. അങ്ങനെ ഒരു സത്യം അതിലുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വേണ്ടാന്ന് പൂർണ്ണമായിട്ട് തീരുമാനിച്ചു. ഇപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഇനി ജീവിതത്തില് ഞാൻ ഇവരുമായിട്ട് മുൻപോട്ട് പോകാൻ പറ്റില്ല. പുള്ളിയുടെ ആൾക്കാർക്കും പുള്ളിയെ വേണ്ട. കാരണം മദ്യപിച്ച് നടക്കുന്ന ഒരാൾ അയാൾക്ക് ഭാരമല്ലേ വരുന്നുള്ള ഒരു ചിന്ത അവർക്ക്. സ്വന്തം അമ്മ പോലും എല്ലാവരും വെറുക്കപ്പെട്ടു പുള്ളി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് വന്ന് പറഞ്ഞു, ശരി നിങ്ങളെ ഇനി ഞാൻ മദ്യപിക്കില്ല, നമുക്ക് ഇനി കുടുംബമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു. മോൻ 5ാം ക്ലാസ്സിൽ ആ വർഷമാണ് ചേർക്കുന്നത്. അപ്പോഴും ഞങ്ങൾ ചർച്ചിലൊന്നും പോകുന്നില്ല. ഞങ്ങളിങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുള്ളിയുടെ മാമന്റെ വീട്ടിലാണ് ചർച്ച് നടക്കുന്നത്. അപ്പൊ ആ ചർച്ചില് വരുന്ന ബന്ധുക്കൾ എല്ലാവരും ഇവരുടെ ബന്ധുക്കളാണ്. അപ്പൊ അവിടെ നമ്മൾ തമ്മിൽ രണ്ടുപേരും സംസാരം ഉണ്ട്. അപ്പൊ ആള് കൂടുതലെടുത്തല്ലേ എല്ലാവരും നിൽക്കുള്ളൂ. അപ്പം തെറ്റില്ലെങ്കിൽ പോലും ഞാൻ ഒരാൾ ചെല്ലുന്നേക്കാളും ഇവര് പുള്ളിയുടെ അമ്മയുടെ ആൾക്കാർ 7 മക്കളാണ്. അതിലെ 7 മക്കളും മരുമക്കളും കൊച്ചുമക്കളും സഹോദരങ്ങളാകുമ്പോൾ 2 ചർച്ചിന്റെ ആളുണ്ട്. ഞാനും ഈ 2 മക്കളും അവരാരും നോക്കില്ലല്ലോ, എവിടെയായിരുന്നാലും അങ്ങനെ നോക്കുന്നവരാണ്. അപ്പൊ ആള് കൂടുതലല്ലേ. അപ്പൊ അവര് ഞങ്ങളെ ഒഴിവാക്കി. ഞാൻ അങ്ങനെ ചർച്ചിലൊന്നും പോകാതിരിക്കുമ്പോഴാണ് വീണ്ടും ഞങ്ങളുടെ ഈ പാസ്റ്റർ ഏലിയാസ് എന്ന് പറഞ്ഞ പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിന്റെ തന്നെ ഒരു ലോക്കൽ സഭ കരിമട സ്ഥലം അവിടെ ഉണ്ട്, അതെന്നെ ഒന്ന് വിളിച്ചു. മറ്റു ചർച്ചിലൊന്നും കൂടുതൽ വരിക എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ഈ സാക്ഷ്യം പറയുന്നതിന്റെ പിന്നിൽ വലിയൊരു സത്യമുണ്ട്. കാരണം നമുക്ക് വേണ്ടി മധ്യസ്ഥനും പ്രാർത്ഥിക്കാനും കരയാനും ഒരു ദൈവദാസനും ഒരു ദൈവസഭയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കും. നമ്മളെ നന്നായിട്ട് അത് മാനിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ദൈവദാസനും ഒരു ചെറിയൊരു സഭയും എനിക്കുണ്ട്. അതാണ് ഫസ്റ്റ് ഏലിയാസും കുടുംബവും. പിന്നെ IB എന്ന് പറഞ്ഞ ചെറിയ ചർച്ചാണ്. ആ ഒരു ചർച്ചിന്റെ പ്രാർത്ഥന, ആ ദേവദാസന്റെ കണ്ണുനീരും പ്രാർത്ഥന, ഒരു കുടുംബത്തെ കുറിച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു ആത്മഭാരമുണ്ട്. നമ്മുടെ അമ്മയ്ക്കും അച്ഛനും കൊടുക്കുന്നേക്കാളും ഒരു സഭയുടെ ദൈവദാസന്മാർക്ക് നമ്മളെ കുറിച്ച് ആത്മഭാരം കൊടുക്കും. ഒരിക്കൽ പോലും എനിക്ക് വേണ്ടി ഞാൻ പോലും ഇത്രയും പ്രാർത്ഥിച്ചു കാണില്ല. അത്രമാത്രം ആ ദേവദാസന് പോസിറ്റീവ്. എനിക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ സഭയിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ ദേവദാസന്റെ ചർച്ചിൽ പോയി. ഞങ്ങളുടെ ആരാധനകളും കൂട്ടായ്മകളും കൂടി അങ്ങനെ വന്നുകൊണ്ടിരുന്നു. ആ സമയത്താണ് 2006 ഞങ്ങൾക്ക് ജീവിക്കണം. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഫൈറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പൊ എന്റെ മനസ്സിൽ എന്റെ ഭർത്താവിന്റെ ബലഹീനത കൊണ്ടാണ് എല്ലാവരും ഞങ്ങളെ എങ്കിൽ പോലും എന്റെ ഭർത്താവിനെ വെറുത്തവരുതുമ്പോ എന്റെ ഭർത്താവിനെ മാനിക്കുന്ന ഒരു ദിവസം വരുത്തണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ആ 2006 ആകെക്കൂടെ ഉള്ള കലയാണ്. കല മാത്രമാണ് ഞങ്ങൾക്ക് കൈമുതലായിട്ടുള്ള പുള്ളിക്കുള്ളത്. 48 മണിക്കൂർ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി VGT ഹാളിൽ ചെണ്ടമേളം അവതരിപ്പിച്ചു. കാരണം അന്നത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിൽ എന്തെങ്കിലും നമുക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്ത്. അപ്പൊ പുള്ളി ആകെ കൂടെ അറിയാന്നുള്ളത് മറ്റു ജോലിയൊന്നും അറിയില്ല, ഒരു കലാകാരനാണ്. അങ്ങനെ ഞാൻ 2006 48 മണിക്കൂർ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ചെണ്ട കൊത്തി അത് ഗിന്നസ് റെക്കോർഡിന് അയച്ചായിരുന്നു. അപ്പൊ അതിന്റെ പിന്നിലും സ്വർഗത്തിന്റെ ദൈവമാണ് അങ്ങനെ ഒരു സാധ്യത. കാരണം അങ്ങനെയുള്ള യാതൊരു പാരമ്പര്യമില്ലാത്ത ഒരാളാണ്. അത് 48 മണിക്കൂർ കൊട്ടാൻ പറ്റി. അന്ന് കേരളം മൊത്തവും ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു അത്. അത് കഴിഞ്ഞ് എന്റെ മകനെ, ഞങ്ങൾക്ക് മൂത്ത മകനെ കലാമണ്ഡലത്തിലാക്കി പഠിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം പുള്ളി ശാസ്ത്രീയപരമായിട്ടൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് പലപ്പോഴും നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെതായ അടിസ്ഥാനമില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുക. അതുകൊണ്ടിട്ട് പുള്ളിയെ മോനെ കലാമണ്ഡലത്തിലാക്കി പഠിപ്പിക്കാൻ പറ്റും. അവിടെ തൊട്ടാണ് എന്റെ ജീവിതത്തില് ഞാൻ എന്താണോ, എന്റെ സ്ഥലം എന്താണോ, നമ്മൾ എന്തായി തീരണം, നമ്മൾ എങ്ങനെയുള്ളവരാണ് ചിന്തിക്കാൻ തുടങ്ങി. ചെങ്കൽച്ചുളയിൽ മാത്രം ജനിച്ചു വളർന്ന ഒരാള്, പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകി കിടക്കുന്ന ഒരാള്, എല്ലാ സ്വഭാവക്കാരുമായിട്ട് പോകുന്നവരാണ്. അപ്പൊ ഒരിക്കലും പുറത്തുള്ളവരെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല, പുറം ഞങ്ങളെ എങ്ങനെയാണ് കാണുന്നത്. എന്റെ സ്കൂൾ പഠനകാലത്ത് അവിടെ അത് കണ്ടു. പക്ഷെ അത് ശ്രദ്ധിക്കാനും കേൾക്കാനും അന്ന് ആരുമില്ലാത്തതുകൊണ്ട് ആ വിഷയം അവിടെ തന്നെ അത് ഞങ്ങളുടെ ഓരോ കുട്ടികളെ ബാധിച്ച വിഷയമാണ്. മകനെ കലാമണ്ഡലത്തിൽ കൊണ്ട് പഠിക്കാനാക്കി. കേരള കലാമണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക നിലയമാണ്. കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയ്ക്ക് തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എനിക്ക് അഭിമാനമാണത്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമ്മളത് അഭിമാനിക്കേണ്ട കാരണം. പക്ഷെ അവിടെ മകനെ കൊണ്ടാക്കി അവിടെ തുടങ്ങി പ്രശ്നങ്ങൾ.
അവര് ഒരിക്കൽ മോനെ അവിടെ നിർത്തി പഠിപ്പിക്കാൻ തയ്യാറായില്ല. മോനെ ഉപദ്രവിച്ചു, ജാതിയുടെ പേര് പറഞ്ഞു, കോളനിയുടെ പേര് പറഞ്ഞു, ഭയങ്കരമായിട്ട് അവനെ സീനിയേഴ്സിനെ വിട്ട് അടിച്ചു, മുറിയിൽ കെട്ടിയിട്ട് വരിഞ്ഞടിച്ചു. നീ ചെങ്കൽച്ചുള്ളക്കാരൻ, നീ കോളനിയിലുള്ളതെന്ന് മോന്റെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരെ കാണിച്ചിട്ട് പറഞ്ഞു, ഇവര് ഇന്ന പിന്നെ ജാതിക്കാരാണ്, ഇവരുടെ നിനക്കിരിക്കാൻ എന്ത് യോഗ്യത എന്ന് പറഞ്ഞ് ജാതി പറഞ്ഞു മോനെ. മോനെ ചെവിട്ടത്ത് അടിച്ചു അധ്യാപകൻ. ആ അധ്യാപകൻ രാജിവെക്കേണ്ടി വന്നാലും, ജോലി രാജിവെക്കേണ്ടത്, ജയിലിൽ കിടക്കേണ്ടി വന്നാലും ഈ കൊച്ചിനെ അവിടെ പഠിപ്പിക്കൂലാണ്. എന്റെ ഹൃദയത്തിനെ വല്ലാതെ ബാധിച്ചു. നമ്മൾ ആരാണ്? നമ്മൾ ഈ സമൂഹത്തിൽ എന്താണ് മറ്റുള്ളവർക്കൊരു ബാധ്യത? ഞാൻ അവിടെ തൊട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, എഴുത്തിന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. ഒരിക്കൽ പോലും എഴുത്തുകാരി ആവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എഴുത്തുകാരിയാണ് ഞാൻ അവകാശപ്പെടുന്നുണ്ട്. ഇതെല്ലാം ദൈവത്താൽ സംഭവിച്ചു. ഒരിക്കലും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ല ഞാൻ. ഇതൊക്കെ ദൈവത്താൽ സംഭവിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എഴുതാൻ അറിയാം, മലയാളം നന്നായിട്ട് എഴുതും. പിന്നെ ഞാൻ ഇടയ്ക്ക് എന്റെ എഴുത്ത് പിന്നെ മാറുന്നത്, ചെങ്ങൽച്ചുള്ള കോളനി താമസിക്കുന്ന ആളാണല്ലോ, നിരന്തരം പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഇവിടെ പിന്നെ എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഒരു പരാതി വേണം. അപ്പൊ എല്ലാവർക്കും പരാതി കൊടുക്കുന്ന ഒരു പരാതി എഴുത്തുകാരിയായി മാറി ഞാൻ. ആൾക്കാർക്ക് പെറ്റീഷൻ എഴുതുന്നൊരു എഴുത്തുകാരും. അതാണ് എന്റെ ജീവിതത്തിലെ എഴുത്തിന്റെ പിന്നെയുള്ള ഒരു ബലം. പിന്നെ അത്യാവശ്യം പ്രാദേശിക കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ഒരാളാണ്. മറ്റു കാര്യങ്ങൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന നമ്മളെ ഉള്ള രീതിയിൽ ഞാൻ അത്യാവശ്യം പ്രാദേശിക കാലം ഇടപെടും. പലരും ചെങ്കൽച്ചുള്ളിൽ വന്നു പോകാറുണ്ട്. അപ്പൊ അവരൊക്കെ വരുന്നത് അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ടോ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടോ ഒക്കെ അവർ വരും. ഇവിടെയുള്ള ഒരുപാട് പേരെ കാണും, അവരോട് കാര്യങ്ങൾ സംസാരിക്കും. ഇവിടെയുള്ള അമ്മമാരൊക്കെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് അവർ സംസാരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം പറയും. കാരണം ഇവിടെ ഇത്രയും വീടൊക്കെ ഉണ്ടെങ്കിലും 1200 വീട് നിലവിലുണ്ട്. 900-ഓളം ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ 50 വർഷമായ ഫ്ലാറ്റുകളാണ്. ഒന്നിനും ഒരു അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടില്ല, ഇടിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഇന്നും ഇതിനകത്തൊന്നും സംഭവിക്കാത്ത പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ട ദൈവമക്കളുണ്ട്. ഒരു കൂട്ടമല്ല, ഇന്ന് ചെങ്കൽച്ചുള്ളിൽ 11 ചർച്ചുണ്ട്. പെന്തക്കോസ്തിന്റെ 11 ചർച്ചുള്ള സ്ഥലമാണ് ചെങ്കൽച്ചുള. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. ഇന്ന് ഇവിടെ ഇത്രയും പ്രാർത്ഥിക്കുന്ന, കാരണം ദിവസം പ്രതി പ്രഭാത പ്രാർത്ഥന. ഞങ്ങളുടെ ചർച്ചിൽ പ്രഭാത പ്രാർത്ഥനയുണ്ട് ദിവസം. എല്ലാം സന്ധ്യക്കായിരുന്നാലും ഉച്ചയ്ക്കായിരുന്നാലും കാലത്തായിരുന്നാലും ഒരാളെങ്കിലും ഈ ചെങ്കൽച്ചുള ദേശത്ത് പ്രാർത്ഥിക്കാതിരിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന ഒരു വീടെങ്കിലും ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ദേശത്ത് വലിയ മറ്റ് അനർത്ഥങ്ങളില്ലാതെ പോകുന്നത്. അപ്പൊ ഞാനിത് ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് നമ്മുടെ കോളനി മാത്രം ഇങ്ങനെ കിടക്കുന്നു? അന്ന് 2011 ഇവിടുന്ന് കുറച്ച് പിന്നെ സാംസ്കാരിക നേതാക്കന്മാരൊക്കെ ആൾക്കാർ, എഴുത്തുകാരെല്ലാരും കൂടെ ചേർന്ന് ചെങ്കൽച്ചുളയിൽ കടന്നു വന്ന് ഇങ്ങനെ കുറച്ച് ഇവിടെ കുറെ പരിപാടികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവരോട് ഞാൻ വളരെ പിന്നെ ശോഭിച്ച് സംസാരിച്ചു. നിങ്ങളൊക്കെ ഇവിടെ വരുന്നത് നിങ്ങളുടെയൊക്കെ പ്രോജക്റ്റിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട്, അത് കഴിയുമ്പോൾ നിങ്ങൾ പോകും. ഈ കോളനിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങളുടെ വീടുകൾക്ക് ഇന്നേ വരെ ഞങ്ങൾക്കാരും കൈവശാസ്ത്ര സർട്ടിഫിക്കറ്റ് ഇല്ല, ഞങ്ങൾക്കാർക്കും പ്രമാണമില്ല. ഞങ്ങളുടെ പേരിലല്ല, കരന്തീര് സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു വോട്ട് ബാങ്കാണ്. ഇലക്ഷൻ ഐഡിയ 18 വയസ്സായ ഏത് കുട്ടിക്ക് ഇലക്ഷൻ ഐഡിയ ഉണ്ട്? കാരണം അവർക്ക് വോട്ടിടാനുള്ള ഒരു വോട്ട് ബാങ്കാണ്. ഇങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ചു. അതിൽ PP സത്യൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ, ധനുജിക്ക് നിങ്ങളുടെ ഇവിടുത്തെ പ്രദേശത്തുള്ള വിഷയങ്ങളെ ചേർത്ത് ഒരു പുസ്തകമാക്കിക്കൂടെ എന്ന് കേട്ട് ഞാനും ആലോചിച്ചു, ശരിയാണ്, നമുക്കൊരു പുസ്തകം എഴുതിക്കളാം. പക്ഷെ എനിക്ക് ഇത്രയും വർഷത്തെ കാര്യം എഴുതി വെച്ച കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. അപ്പൊ ഞാൻ കുറച്ചെഴുതി. എന്നെ സഹായിക്കാൻ ഒരു കുട്ടിയെ തന്നെ, വിജില ചെറപ്പാട് എന്നതിന്റെ പേര്. ആ കുട്ടിയാണ് എന്റെ പുസ്തകത്തിലെ ബാക്കി ഭാഗമൊക്കെ കേട്ടെഴുതാൻ തുടങ്ങി. അപ്പൊ ഞാന് ചിന്തിച്ചു, കാരണം ഇവിടെ തുടർ പഠനത്തിന് 1990 വരെ 10ാം ക്ലാസ് വരെ പഠിച്ച ആൾക്കാർ ചുരുക്കമാണ്. അതിനുശേഷമുള്ള കുട്ടികളെല്ലാം പഠിച്ചു. പക്ഷേ തുടർ പഠനത്തിന് പോകുമ്പോൾ ഒരു ബാങ്കിൽ ലോൺ ഞങ്ങൾക്ക് കിട്ടാറില്ല. കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ജോലി കിട്ടില്ല. കാരണം അഡ്രസ്സ് വരുമ്പോൾ ചെങ്കച്ചുള്ളയാണ്. ചെങ്കച്ചുള്ള എന്ന് കാണുമ്പോഴേ നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ. നമ്മൾ ഒന്നും ചെയ്തിട്ടല്ല. നമുക്കൊരു ഓട്ടോ പിടിച്ചാൽ നമ്മുടെ സ്ഥലത്ത് വരാൻ പറ്റില്ല. വരണമെങ്കിൽ ഞങ്ങളുടെ ചുറ്റുമുള്ള 4 സ്ഥലങ്ങൾ വരണം. ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, പനവിള, മോഡ് സ്കൂള്, പിന്നെ കൈത്തറി. എങ്കിലും ചെങ്കച്ചുള്ളെന്ന് പറഞ്ഞാൽ വണ്ടി പോലും വരാൻ പറ്റില്ല, വരില്ല. അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടം. ഇതെല്ലാം കൂടെ എന്റെ മനസ്സിനെ അത് ബാധിച്ചിട്ട് നമുക്കൊരു പുസ്തകമുണ്ട്. ഇതെല്ലാം ദൈവത്താൽ നടന്ന സംഭവങ്ങളാണ്. എന്റെ ബുദ്ധിയോ എന്റെ ശക്തിയോ അല്ല. ഇതിന്റെയൊക്കെ പിറകിൽ ഒരു ദൈവത്തിന്റെ ഒരു കാര്യം. ദൈവം എന്നെ ഒരു കാരണമാക്കി, അത്രമാത്രമേ ഉള്ളൂ. ഞാൻ അതിന്റെ ഒരു ക്രെഡിറ്റും എനിക്കില്ല. കാരണം ദൈവം ഒരാളെ തിരഞ്ഞെടുത്താൽ, ദൈവം ഒരു അടയാളം, നമ്മളെ ഒരു അടയാളമാക്കി. അല്ലാതെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിന്റെ ഒരു വിദ്യാഭ്യാസം ഇല്ല. ഒരു 9ാം ക്ലാസ്സുകാരി ആയ ഞാനൊരു പുസ്തകം 2011 പുസ്തകം എഴുതി. അവിടെ കൊണ്ടും തീർന്നില്ല. പുസ്തകം ഞാൻ 2011 എഴുതി. അന്നത്തെ ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയ സഖാവ് അന്ന് നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് എന്റെ പുസ്തകം പ്രകാശനം ചെയ്തത്. അത് ഏറ്റുവാങ്ങിയത് TN സീമ, അന്നത്തെ MP ആയിരുന്ന പ്രിയപ്പെട്ട സീമ ടീച്ചറാണ് ആ പുസ്തകം ഏറ്റുവാങ്ങിയത്. പക്ഷെ 2011 ആ പുസ്തകം എഴുതി അവിടെ തീർന്നു. പിന്നെ മറ്റ് കാര്യങ്ങളിലൊട്ടൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല.
ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ചർച്ചിൽ പോകുന്ന ഇങ്ങനെ വരുന്നത്രതാണ്. പക്ഷെ ഒരു കാലത്ത് ഈ ദേശത്ത് ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെട്ട ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെട്ട ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. പക്ഷെ ഈ 2023-24 കോളേജുകളുടെ സിലബസ് മാറും. സിലബസ് മാറുമ്പോൾ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകം അവർ സെലക്ട് ചെയ്യും, പഠിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യും. അതിൽ ഒരാളുടെ നോവലും എടുക്കും, ഒരാളുടെ ലൈഫ് സ്റ്റോറി, നമ്മുടെ ആത്മകഥ എടുക്കും. അപ്പൊ അത് കുറേ പേരുടെ പുസ്തകം എടുക്കുമ്പോൾ ഞാൻ ഈ പുസ്തകം ആ പുസ്തകം എടുക്കുമ്പോൾ അതിൽ ഒരുപാട് സർക്കാർ ആയിരിക്കുന്ന ആൾക്കാർ ഒരുപാട് റെക്കമെൻഡേഷൻ ചെയ്യും, ഇന്ന പുസ്തകം എടുക്കണമെന്ന്. എനിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യാൻ ഒരാളില്ല. എൻ്റെ പുസ്തകത്തിന്റെ എഴുത്തിന്റെ ഒരു പാരമ്പര്യം ഇല്ല. എനിക്കറിയില്ല എങ്ങനെ ആ പുസ്തകം ആ കോളേജിൽ എം എക്ക് പഠിക്കാൻ 2 യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കും. അത് എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാ മഹത്വം ദൈവത്തിന് മാത്രം. എനിക്കാരുമില്ല എന്നെ റെക്കമെൻഡേഷൻ ചെയ്യാൻ. ആ പുസ്തകം എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. ആ പുസ്തകമാണ് ചെങ്കൽച്ചുളയിലെ എൻ്റെ ജീവിതം എന്ന പുസ്തകമാണ് അവർ തിരഞ്ഞെടുത്തത്. അതിന്റെ പിറകിൽ കൂടെ വരുന്ന സംഭവങ്ങളാണ് ഞാൻ ഇത്രയും. ഇത് മാത്രമല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പറയാനുണ്ട്. ഞാൻ 1999 അന്ന് ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകളെല്ലാവരും പിന്നെ പാസ്പോർട്ട് എടുക്കും, വിദേശത്ത് വീട്ടുജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് എടുക്കും. എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടും പട്ടിണിയും കഷ്ടതയും എല്ലാം കൊണ്ട് ഞാനും എടുത്തു ഒരു പാസ്പോർട്ട്. പക്ഷെ ഞാനും എൻ്റെ നാത്തൂനും ഒരു പാസ്പോർട്ട് എടുത്തു. പക്ഷെ എനിക്ക് അന്ന് പോകണമെങ്കിൽ 60,000 രൂപ വേണം ഗൾഫിൽ പോകാൻ, വീട്ടുജോലിക്ക് പോകാൻ. എന്നെ സഹായിക്കാൻ ആരുമില്ല. എൻ്റെ നാത്തൂനെ സഹായിച്ചു, നാത്തൂൻ പോയി. ഇന്ന് 25 വർഷമായി പുള്ളി ഗൾഫിലാണ്. പക്ഷെ ഞാൻ പോയില്ല. എന്തുകൊണ്ട് പോയില്ല? എനിക്ക് പോകാൻ പറ്റില്ല, സാമ്പത്തികം ഒന്നും ഇല്ലായിരുന്നു, എന്നെ അയക്കാൻ ആരുമില്ല. പക്ഷെ ഒരു വീട്ടുജോലിക്കാരിയായിട്ട് പോകാൻ ആഗ്രഹിച്ച എന്നെ ദൈവം ഈ 2024 ഞാൻ നവംബർ മാസം 10-ാം തീയതി ദുബായിലുള്ള ഒരു സെന്റ് തോമസ് ഓർത്തഡോക്സിന്റെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിന്റെ കത്തീഡ്രൽ ചർച്ചാണത്. 2024 ദീദിമോൻസ് അൺസൺ ഹീറോ അവാർഡ് എനിക്കായിരുന്നു ദുബായ്. ഞാനൊരു വീട്ടുജോലിക്കാരിയായിട്ടാണ് പോകാൻ ആഗ്രഹിച്ചത്. പക്ഷെ എന്നെ ദൈവം അവിടെ ഒരു VVIP ആയിട്ട് ദൈവം അവിടെ എന്നെ കൊണ്ടെത്തിച്ച്. എനിക്കതിനുള്ള ഒരു യോഗ്യതയില്ല. കാരണം എനിക്കത് പറയാൻ പറ്റില്ല എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ കുറിച്ച്. ആ ഒരു 12 ദിവസത്തെ മാത്രം ഞാൻ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കണം. കാരണം ദുബായിലുള്ള 12 ദിവസത്തെ യാത്ര എന്റെ സ്വപ്നമാണോ? ചിലപ്പോൾ ഞാൻ ഇപ്പൊ ഈ സംസാരിക്കുന്നത് പോലും, ഇപ്പൊ ഇത്രയും ദൂരെ നിന്ന് ദേവദാസൻ എന്നോട് സംസാരിക്കുന്ന പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ കൈ നുള്ളി നോക്കാറുണ്ട്, സ്വപ്നമാണോ സത്യമാണോ എന്ന്. കാരണം ഇതൊക്കെ ദൈവത്തെ കൊണ്ട് മാത്രമേ പറ്റാറുള്ളൂ. കാരണം നമ്മളെ കൊണ്ടൊന്നും അതിനുള്ള യോഗ്യതയില്ല പക്ഷേ. അത്രയും ഒരു യോഗ്യത ഇല്ലാത്ത എന്നെയാണ് സ്വർഗത്തിൽ എന്നെ മാനിച്ചു. എനിക്ക് 2 ആൺമക്കളാണ്. ഞാൻ പറഞ്ഞില്ലേ, കലാമണ്ഡലം എന്റെ മകനെ വേണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് പുറന്തള്ളി അയച്ചു. ഞാനൊരു മാധ്യമക്കാരെടുത്തോ ഒരു വാർത്തയാക്കുവാനോ പോയില്ല. കാരണം അന്ന് ഞാനൊരു വാർത്തയാക്കിയാലോ മാധ്യമക്കാർ നമ്മളോട് കൂടെ നിൽക്കും. പക്ഷേ ഇന്ന് സമൂഹത്തിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവരുന്നത്. എന്നും നമ്മൾ മാത്രമല്ലല്ലോ അവർക്ക് അടുത്തടുത്ത കാര്യങ്ങൾ തേടിപ്പോകണം. അപ്പൊ നമ്മൾ അന്നൊരു വാർത്തയായി നിന്ന് കൊടുത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ആൺകുട്ടിയാണ്, അവന്റെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഞാൻ അവനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവനെ ഈ നമ്മുടെ അടുത്തുള്ള മോഡൽ സ്കൂളിൽ ചേർത്ത് 7 വർഷം അവൻ ആ സ്കൂളിൽ പഠിച്ചു. +2 വരെ ഈ ചെങ്ങന്നൂരിലുള്ള 7 കുട്ടികളെയും ചേർത്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു ഇതാണ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കേരളത്തിൽ മാത്രമേ അത് ഉള്ളൂ. അതിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് ഈ എൻ്റെ മകനടങ്ങുന്ന പുറന്തള്ളിക്കളഞ്ഞ എൻ്റെ മകനടങ്ങുന്ന 7 കുട്ടികളാണ് ചെണ്ടമേളത്തിനും ഓർക്കസ്ട്രയ്ക്കും ചെണ്ടദായബയ്ക്കും ഡ്രംസിനെല്ലാം A ഗ്രേഡ് നേടി. അവസാന വർഷം അവനെ വേണ്ടെന്ന് തള്ളിയ പുറന്തള്ളി തൃശ്ശൂർ, അവിടെയും പോയി അവൻ A ഗ്രേഡ് വാങ്ങിയിട്ട്. ഇതൊക്കെ ആരെ കൊണ്ട് കഴിയും? പക്ഷേ ദൈവത്തെ കൊണ്ടേ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ ഇതൊക്കെ സ്വർഗത്തിലെ ദൈവം. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരോട് എനിക്ക് പറയാനുള്ള, എന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ എന്റെ നാട്ടിലും തിരക്കറിയാം ഞാൻ ആരാണെന്ന്. ഞാൻ ഒന്നുമില്ലാത്തൊരു സ്ത്രീയാണ്. സ്വഭാവം കൊണ്ട് ഒട്ടും ദൈവത്തിനായിട്ട് അടുക്കുന്ന ഒരു സ്വഭാവമുള്ള ആളല്ല ഞാൻ. സാമ്പത്തികമില്ല, സഹായിക്കാൻ ആരുമില്ല, നമ്മൾ അഷ്ടിക്ക് പോലും വകയില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു എന്നെ. ഇന്ന് ഞാൻ വലിയൊരു രീതിയിൽ ജീവിക്കുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ ആക്കിയിരിക്കുന്ന ഒരു പദവി ഒരിക്കലും എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു പദവിയാണ്. ഞാൻ എന്ത് പറയുന്നത്, ജ്ഞാനികളുടെ മുമ്പേ ദൈവം പോഷത്വമുള്ളതിന് തിരഞ്ഞെടുക്കും. എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതല്ലാതെ എനിക്കിതിലുള്ള പേരും പെരുമ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം അസത്തുനിന്ന് വല്ല നന്മയും ഉണ്ടോ എന്ന് കേട്ടവരുടെ മുമ്പേ സ്വർഗത്തിലെ ദൈവം എന്നല്ലാതെ എനിക്ക് പറയാൻ ഒന്നുമില്ല. അപ്പൊ ആ ഒരു ജീവിതത്തിലെ രീതിയിൽ ഞാൻ കടന്നു വന്ന ഇന്ന് എന്നെ എങ്ങനെയൊക്കെ മാനിക്കണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇന്ന് എനിക്കിനി 100-200ഓളം അവാർഡുകൾ മാത്രം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഇതൊരു ചെറിയ വീടാണ്, ഒരു കുഞ്ഞു വീടാണ് എനിക്ക്. അപ്പൊ ഇത് എനിക്ക് നമ്മുടെ വേറെ ഇത് ഒരൊറ്റ മുറിയാണ്.
എനിക്ക് എൻ്റെ ഈ അവാർഡുകൾ കാണാമായിരിക്കും, എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. 10-20ഓളം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങളുടെ ഇവിടെ ദേശത്ത് ഒരു മീറ്റിംഗ് നടക്കുന്നത്, ഞങ്ങളുടെ സ്ത്രീകൾ നടത്തുന്ന സ്ത്രീകളുടെ ഒരു കൺവെൻഷൻ നടക്കുന്നു. അതിലും ഞാൻ പറഞ്ഞില്ല, ഈ ദേശത്തും ഏറ്റവും നിന്ദിക്കപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. എന്നെ പലയിടത്തും മാനിച്ചു, പക്ഷെ ഈ ദേശത്ത് ഏറ്റവും പക്ഷെ ഈ ദേശത്ത് ആ നിന്ദിക്കപ്പെട്ട, നിന്നെ ആരും വിളിക്കുന്ന ഭ്രഷ്ടയെന്ന് എണ്ണിയാൽ ആ ദേശത്ത് ഇന്ന് ഈ ദേശത്ത് നടക്കുന്ന ആ മീറ്റിങ്ങിൽ എനിക്ക് ഇന്ന് 1 മണിക്കൂറൂടെ കഴിഞ്ഞാൽ അവിടെ എനിക്കൊരു ആദരവുണ്ട്. ഭക്തന്മാരുടെ കൂടെ ദൈവം എന്നെ നിർത്താൻ തക്കണം, അങ്ങനെയുള്ള ഒരു നന്മ എനിക്കില്ല. ഇതെല്ലാം ദൈവത്താൽ മാത്രം. സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണെന്ന്. മാത്രമല്ല അവിടെ കൊണ്ട് തീർന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പ്രതിഭകളുള്ള നാടാണ്. എന്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നത് അതാണ്. അതിനകത്ത് ഞാൻ ചർച്ചിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ഒരുപാട് പ്രതിഭകളുള്ളത്. കാരണം പക്ഷെ ആ പ്രതിഭകളെ എല്ലാം മറ്റുള്ളവർക്ക് പ്രതികളായി കാണിക്കണം. എപ്പോഴും അവരെ പ്രതികളാക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഈ ദേശത്തോട് മറ്റുള്ളവരൊക്കെ. പക്ഷെ ഇവിടെ പ്രതികളെ മാത്രമല്ല, ഇവിടെ ദിവസം വരെ പ്രതിഭകളുള്ള നാടാണ്. പ്രതിഭകളെ മാത്രം അനേക പ്രവാചകന്മാർ ഇന്ന് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ചെങ്കച്ചുള്ള. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനത്തോടെ ദൈവം സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ്. 11 ചർച്ച്, കുഞ്ഞു കുഞ്ഞു ചർച്ചുകളാണെങ്കിലും 11 ചർച്ചുണ്ട് ഈ ദേശത്ത് ചെങ്കച്ചുള്ള. ഇവിടെ 11 ഏക്കറേ ഉള്ളു സ്ഥലം. ഇതിൽ 1200 വീട്. ഈ 1200 വീടിനിടയ്ക്ക് 11 ചർച്ച് ദൈവം തരണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചെങ്കച്ചുള്ള വേറൊരു പേര് മാറിയിട്ടുണ്ട്. ഞങ്ങൾ ചെങ്കച്ചുള്ള എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഇതായിട്ട് തോന്നിയിട്ട് പേര് മാറ്റി അതിനെ നമ്മൾ രാജാജി നഗർ എന്നാണ് ഒരു പേരാക്കിയത്. ഞാൻ ഒരിക്കലും രാജാജി നഗർ എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. കാരണം എനിക്ക് ചെങ്കൽ ചുളയെന്ന് തന്നെ പറയിക്കണം. അതുകൊണ്ടിട്ടാണ് ഞാനൊരു പുസ്തകം എഴുതിയത്, ചെങ്കൽ ചുളയിൽ എൻ്റെ ജീവിതം. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന MA പഠിക്കുന്ന ആ പുസ്തകത്തിൽ ഒരിക്കലും രാജാജി നഗർ എന്നല്ല പറയുന്നത്. ചെങ്കൽ ചുളയെന്ന് എഴുതിയാൽ മാത്രമേ അവർക്ക് ഉത്തരം കിട്ടുള്ളൂ. ആരാണോ ഞങ്ങളെ മാറ്റി നിർത്തിയത് അവരെ കൊണ്ട് ഉത്തരക്കടലാസിൽ ചെങ്കൽ ചുളയെന്ന് എഴുതിക്കാൻ എന്നെ കൊണ്ടല്ല, സ്വർഗത്തിലെ ദൈവത്തെ കൊണ്ടാണ് സാധിച്ചത്. അതിന് മാത്രം. അതുകൊണ്ടിട്ട് രാജാജി നഗറിലെ പേര് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. രാജാജി നഗറിന്റെ പേര് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ രാജാതി രാജാവ് വരും, ആ നഗറായിട്ട് ഞാൻ എൻ്റെ നഗറിനെ കാണുന്നു. കാരണം രാജാതി രാജാവിന്റെ വരവിൽ ഞങ്ങളുടെ ഈ സ്ഥലവും ഇവിടെയുള്ള വിശ്വാസികളും തീർച്ചയായിട്ടും ഇവിടുത്തെ ദേവദാസന്മാരും ഈ സ്ഥലത്തിന് ഈ ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ മാത്രമല്ല പക്ഷേ ദൈവമക്കളെ, നിങ്ങളടുത്ത് എനിക്ക് ഓരോരുത്തരും പറയാം, ഇങ്ങനെയുള്ള കൂട്ടം കൂടി കിടക്കുന്ന ചെറിയ ചെറിയ ചേരി പ്രദേശങ്ങളുണ്ട്. അവിടെയുള്ള മനുഷ്യർ, ആ മനുഷ്യരെ മനസ്സിലാക്കാനും അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് അറിയാനും നമ്മൾ ദൈവമക്കല്ലാതെ ആരും ആരെയും മാറ്റി നിർത്തരുത്. കാരണം ദൈവം എല്ലാവരെയും സ്നേഹിച്ചതാണ്. പക്ഷെ മാറ്റി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റി നിർത്തപ്പെട്ടവന്റെ വേദന നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് മാറ്റി നിർത്തപ്പെട്ടവർക്ക് മാത്രമേ അറിയാം. പക്ഷെ ചേർത്ത് പിടിക്കുന്നവരുടെ സന്തോഷം അതൊന്ന് വേറെ. അത് എന്റെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം അല്ലാതെ ഒരു മനുഷ്യരെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഒരു മനുഷ്യരെ കൊണ്ട് കഴിയണമെങ്കിൽ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം, ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കണം, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു ദൈവകൃപ അതുണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കിതൊന്നും അല്ല, ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് ദൈവസേനയിൽ പറയാനുണ്ട്. ദൈവം എന്നെ ഓരോ ദിവസം നടത്തുന്നത് അങ്ങനെയാണ്. ഞാൻ മാത്രമല്ല, ഞാൻ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരം തന്നെ കുടപ്പനക്കുന്ന് എന്ന സ്ഥലത്തെ ഒരു ഹരിതകർമ്മ സേന അംഗമാണ് ഞാൻ. ഹരിതകർമ്മ സേനയിൽ ജോലി ചെയ്ത്, ഹരിതകർമ്മ സേന എന്ന് പറയുമ്പോൾ വീടുകളിൽ നിന്ന് ഇപ്പം മാലിന്യം ശേഖരിക്കുന്ന ഒരു ഇത് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഈ മാലിന്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ അതിൽ ഒരു ജോലിക്കാരിയായിട്ടാണ് ഞാനിപ്പോൾ ജോലി ചെയ്ത് വീടുകളിൽ പോയി മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ഒക്കെ ശേഖരിച്ച് പോകുന്ന ഒരു ജോലിയാണ് ചെയ്യുന്ന. 2 മക്കളാണ്. മൂത്ത ആള് മ്യൂസിക് പ്രൊഡക്ഷൻ കൺട്രോൾ പഠിച്ചു കഴിഞ്ഞു. അവൻ പഠിച്ച, ഞാൻ പറഞ്ഞില്ലേ, കലാമണ്ഡലം അവനെ തള്ളിക്കളഞ്ഞെങ്കിലും ദൈവം അവന് മ്യൂസിക്കിനോട് ഇഷ്ടമായിരുന്നു. അവൻ കലാമണ്ഡലത്തെക്കാൾ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടർ എന്ന് ലോകം പറയുന്ന നമ്മുടെ ദൈവം, എങ്കിലും എല്ലാം ദൈവം കൊടുക്കുന്ന കൃപയാണല്ലോ. AR റഹ്മാന്റെ കോളേജിൽ ഞാൻ അവനെ ചേർത്ത് പഠിപ്പിച്ചു. അവൻ മ്യൂസിക് ഡയറക്ടറായിട്ട് പഠിച്ചു ഇറങ്ങി. അയാളെ ഒരു ഡ്രമ്മറാണ്. 2 പേരും മ്യൂസീഷ്യന്മാരാണ്. അത്യാവശ്യം വളരെ അത്യാവശ്യം ഉള്ളത് അന്നന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. കാരണം എൻ്റെ മക്കളെ ഓർക്കുക, എൻ്റെ ഭർത്താവിനെ ഓർക്കുക. അതിലുപരിയായി ഇവിടെ ആയിരിക്കുന്ന 11 ചർച്ചിനെ ഓർക്കുക, 11 ചർച്ചിലെ ദേവദാസന്മാരെ ഓർക്കുക. ഇനിയും ഇവിടെ മാനസാന്തരപ്പെടാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവരെല്ലാരും ഓർക്കുക. ഇതിനകത്തുള്ള ഒരു ജനതയുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്. അവർ ദൈവവേലയ്ക്കായിരുന്നാലും അല്ല അവരുടേതായ ലോകത്തിന്റെ വിദ്യാഭ്യാസത്തിൽ അവർ പഠിച്ചു നേടുന്ന ജോലിയായിരുന്നു അവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് ലഭിക്കുക. ഇനിയെങ്കിലും ഞങ്ങളെ മനുഷ്യരായി കാണുവാൻ തക്കവണ്ണം സമൂഹത്തിന്റെ മുമ്പ് നമ്മൾ ആരും തെറ്റ് ചെയ്തവരെല്ലാവരും തെറ്റുകാരാണ്. പക്ഷെ തെറ്റ് ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ആ ദൈവസ്നേഹം ഉള്ളവരായി തീരാൻ ഈ ദിവസങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുക. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക, എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന ആരോമ TVയിലെ എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേക ഞാൻ എന്ത് പറയാ, ഡാനിയേൽ ജോൺ പാസ്റ്ററിന് എന്റെയും എന്റെ കുടുംബത്തിന്റെ, എന്റെ ദൈവസഭയുടെ, എന്റെ ചെങ്കച്ചുള്ളക്കാരുടെയുള്ള പേരിലുള്ള
സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സ്തോത്രം. സിസ്റ്ററിനോട് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ചെങ്കൽച്ചൂളയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഈ ചെങ്കൽച്ചൂള എന്ന പേര് ഇങ്ങനെ ഒരു നാമകരണം വരാനുണ്ടായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ളൊരു കാരണം അരോമ ടി വിയിലെ പ്രേക്ഷകർ ഒരു പക്ഷെങ്കിൽ ചിന്തിക്കുമായിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ചെങ്കൽച്ചൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഇത്രയും ബാക്ക്വേർഡായിട്ട് പോകാനുള്ള കാര്യം, അങ്ങനെ ഒരു ചേരിയായിട്ട് മാറാനുള്ള കാര്യം എന്താണ്, അതിനുള്ള സാഹചര്യം എന്താണ്, ഒന്ന് രണ്ട് വാക്കൊന്ന് പറയാമോ? പറയാം പക്ഷേ ഇത് തിരുവനന്തപുരം ജില്ലയുടെ തിരുവനന്തപുരം നമ്മുടെ സിറ്റിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ചെങ്കൽച്ചുള. ഈ ചെങ്കൽച്ചുള അന്ന് ഇതിവിടെ ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു. വലിയൊരു കുളവും ഒരു ചതുപ്പ് നിലമായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന റോഡുകളിൽ മരിച്ചു കിടക്കുന്ന പട്ടി, പൂച്ച, മാലിന്യങ്ങൾ, മരിച്ചു അവരെ പോലും കൊണ്ടു തള്ളുന്ന ഒരു സ്ഥലമായിരുന്നു ചെങ്കൽച്ചുള. അന്നത്തെ സർക്കാർ ഈ സ്ഥലത്ത് ഇത്രയും നല്ലൊരു സ്ഥലമായിട്ട് അവർ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇത് ഈ തിരുവനന്തപുരം ജില്ലയിൽ ചെങ്കൽച്ചുളത്തോട് അത് നമുക്ക് പോകാൻ പറ്റില്ല. അതിന് ചെങ്കൽച്ചുള ചുറ്റിയാണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ കിടക്കുന്നത്. അന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റ്, അന്നത്തെ ദർബാർ ഹാൾ സെക്രട്ടേറിയറ്റ്, നമ്മുടെ സെക്രട്ടേറിയറ്റ് പണിയാൻ വേണ്ടിയിട്ട് ചെങ്കട്ട ഉണ്ടാക്കിയ സ്ഥലമാണ്. ചൂള കെട്ടി ഇവിടെ ഉണ്ട്. അത് കിഴക്ക് നിന്ന് വന്നവർ, തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരാണ് ഇവിടെ ഒരു ഭാഗം നിമത്തി ഈ സ്ഥലത്ത് ആ ചെങ്കട്ട ഉണ്ടാക്കിയത്. അവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റ് പണിത്. പക്ഷേ അതിനുശേഷം വന്നവരിൽ കുറച്ചുപേര് തിരികെ പോയി. പണിയാൻ വന്ന കുറച്ചുപേർ തിരികെ പോയി, കുറച്ചുപേര് ഇവിടെ താമസിച്ചു. ഈ താമസിച്ച സ്ഥലത്ത് ഈ സ്ഥലത്തിന് അന്ന് ഒരു മാന്യത ഇല്ലല്ലോ. ചതുപ്പ് നിലം, ഈ പട്ടികളെയും പൂച്ചകളെയും വേസ്റ്റുകളെയും മനുഷ്യരെയും എല്ലാം കൊണ്ടുവന്ന ഒരു ശവമുറി വരെ ഉണ്ടായിരുന്നതിനകത്ത്. അപ്പം പിന്നത്തെ ഈ ചെങ്കൽച്ചുളയില് ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് വരുന്ന പല ആൾക്കാര്, പല രീതിയിൽ വരുന്നവര്, പുറന്തള്ളി വരുന്ന വീട്ടുകാർ ഉപേക്ഷിക്കുന്നവര്, പല രീതിയിലുള്ള ആൾക്കാർ വന്ന് ചെക്കേറുന്ന ഒരു സ്ഥലമായി മാറി ചെങ്കൽച്ചുള. അങ്ങനെ പലയിടത്തുനിന്നും വന്നവര് ഇവിടെ ഓരോ സ്ഥലം, കുളത്തിന്റെ ഓരോ ഭാഗം നിമത്തി ഇവിടുത്തെ താമസക്കാരായി. അങ്ങനെ വന്ന ആൾക്കാർ ഇവിടെ താമസക്കാരായി. അതിൽ പിന്നത്തേൽ വന്നപ്പോൾ പല സർക്കാരുകൾ മാറി വന്നപ്പോൾ, എനിക്ക് 50 വയസ്സായാലും അതിന് മുമ്പേയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, പലരും ഇവിടുത്തുകാരെ ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടും മറ്റ് നേരത്തെ പറഞ്ഞ കുപ്രസിദ്ധിയുള്ള ഒരു കോളനി ആയിരുന്നല്ലോ. അങ്ങനെ പല കാര്യങ്ങൾക്കും ഇങ്ങനെയുള്ളായിരുന്നു. പക്ഷെ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള തലമുറകളാണ് ഇങ്ങനെയൊക്കെ ഒരു പറയുന്നത്. അതിനുശേഷമുള്ള തലമുറകളൊന്നും അങ്ങനെയുള്ളവരല്ല. അതാണ് നമ്മുടെ ചെങ്കൽച്ചുളയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടും വളരെ പ്രസിദ്ധവും മാന്യതയുമുള്ള ഒരു സ്ഥലമാണ് ഈ ചെങ്കൽച്ചൂള എന്ന് പറയുന്ന ഈ പ്രദേശം. കാരണം അവിടെ നിന്ന് എടുത്ത ഇഷ്ടികയാണ് സെക്രട്ടേറിയറ്റിന്റെ ഭിത്തിയിലിരിക്കുന്ന കട്ട. അപ്പോൾ ആ ദേശത്തിന് ഒട്ടും മാന്യത കുറവൊന്നുമില്ല. അപ്പം മാന്യമായ ഒരു ദേശവും മാന്യമായ ജനങ്ങളും താമസിക്കുന്ന ഇടമാണ്. പക്ഷെങ്കിൽ ആ ദേശത്ത് മാലിന്യം നിക്ഷേപിക്കുകയും അതിനോടനുബന്ധിച്ച് അവിടെ ജനങ്ങൾ പോകാൻ മടി കാണിക്കുകയും പിന്നീട് അവിടെ പല വിധത്തിലുള്ളതായ അസാൻമാർഗികമായ കാര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ അതിനോടനുബന്ധിച്ച് അവിടെ നടന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആൾക്കാർ അങ്ങോട്ട് ഒരു പക്ഷെങ്കിൽ പോകാൻ മടിക്കുകയും ആ ദേശത്തെക്കുറിച്ച് ഒരു വർഷങ്ങൾക്ക് മുമ്പാണ്, കാലങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് സിറ്റിയിൽ ഈ സ്ഥലം അത്രയും ഗവൺമെന്റിന്റെ കണ്ണിൽ അത്രയും ഒരു വലിയൊരു വിലയുള്ളത് കണ്ടില്ല. പക്ഷെ ഇവിടെ ജനങ്ങൾ കൂടി ജനപ്പെരുപ്പം വന്ന് കാലം മാറി വന്നപ്പോ ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വാർഡിലായി, തമ്പാനൂർ വാർഡായി. സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്ത് തമ്പാനൂർ വാർഡ്, ചെങ്കൽച്ചുളയും സെക്രട്ടേറിയറ്റും തമ്പാനൂർ വാർഡിലാണ് വരുന്നത്. അപ്പൊ ഇന്നത്തെ സിറ്റിയുടെ ഒരു മുഖം എന്ന് പറയുന്നത് ചെങ്കൽച്ചുളയായി. ഇപ്പൊ അവർക്ക് മനഃപൂർവ്വം നമ്മളെ മാറ്റാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ജീവിതത്തിൽ മെച്ചപ്പെട്ട നിലവാരത്തിലൂടെ ജനങ്ങൾ പോകുമ്പോൾ നമ്മൾ തന്നെ സ്വയം ഒഴിഞ്ഞു പോട്ടെ എന്നുള്ളൊരു ചിന്തയാണ്. ഇപ്പൊ ഇത്രയും നല്ലൊരു സ്ഥലം വിട്ട് ഞങ്ങൾ എവിടെ പോവാന്? ഒരുപാട് എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ സൗകര്യങ്ങളുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളും ഒക്കെ ഉണ്ട്. കാരണം പിന്നെ സർക്കാർ വെച്ച് തന്ന വീടുകളല്ലേ, അതിൻ്റെതായ കുറവുകളുണ്ട്. പിന്നെ ഞങ്ങളുടെ പേരിലല്ലേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും ഞങ്ങളാരും ഇവിടുന്ന് പോകാൻ തയ്യാറല്ല. തീർച്ചയായിട്ടും ചെങ്കൽച്ചൂള എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം അത് എന്തുകൊണ്ടും ലോകപ്രസിദ്ധമായ ഒരു പേര് ആ ദേശത്തെ ജനങ്ങൾ അറിയപ്പെടുന്നത് ആ ഒരു പേരിലാണെന്ന് മനസ്സിലാക്കുവാനും, അതുപോലെ തന്നെ
ചെങ്കൽച്ചൂളയിലെ മാണിക്യം എന്ന് വേണമെങ്കിൽ പറയാം പ്രിയ ധനുജകുമാരി എന്ന് പറയുന്ന ഈ വാത്സല്യ സഹോദരിയെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, കുപ്പയിലെ മാണിക്യം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ആ ചെങ്കൽച്ചൂളയിൽ നിന്ന് ഒരു മാണിക്യം പോലെ തിരഞ്ഞെടുത്ത ആ ഒരു ഒരു മഹിളാരത്നം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര കണ്ട് ഇന്ന് സമൂഹം അംഗീകരിക്കുന്ന അംഗീകാരങ്ങൾ നേടി എടുത്തതായ ഒരു വ്യക്തിയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ സ്നേഹമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 200-ലധികം അവാർഡുകൾ സിസ്റ്ററിൻ്റെ പുറകു ഭാഗത്ത് അവിടെ അവാർഡുകൾ ഒരുപാടുണ്ട്. അവാർഡ് വയ്ക്കാനുള്ള വീടില്ലെന്ന് അത്രയ്ക്ക് അവാർഡായി. ഞാനത് പറയാൻ വരികയായിരുന്നു. അവാർഡുകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞതായ ഒരു മുറിയാണുള്ളത്. പക്ഷെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട്. ടിൻ ഷീറ്റ് ഇട്ടതായ, തെർമോക്കോള് വിരിച്ചതായ ഒരുപാട് പരിമിതികളുടെ നടുവിലും ചിരിക്കുന്ന മുഖത്തോടെ സന്തോഷത്തോടെ അനുഭവിക്കുന്ന പുറലോകത്തുള്ളതായ സമ്മർദ്ദങ്ങളൊന്നും അതായത് ലവലേശം പോലും തൊട്ട് തീണ്ടാത്തതായ ആ ഒരു സന്തോഷം സിസ്റ്ററിൻ്റെ മുഖത്തും ജീവിതത്തിലും വാക്കുകളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അതിൻ്റെ 1-2 കാര്യങ്ങൾ സിസ്റ്റർ ഓർപ്പിക്കുകയുണ്ടായി. ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ പാഠപുസ്തകമായി ഇന്നറിയപ്പെടുന്നതായി ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം എന്ന് പറയുന്ന ആ പ്രശസ്തമായ പുസ്തകം ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകമായി മാറിയിരിക്കുന്നു. അത് ഇന്ന് 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് അവരുടെ ജീവിതത്തിൽ അവരുടെ പാഠഭാഗമായിട്ട് മാറ്റിയിരിക്കുന്നു. റിസർച്ചുകൾക്ക് അവർക്ക് സഹായകരമായി കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു റിസർച്ച് സെൻ്ററായിട്ട് മാറുക എന്നുള്ളതല്ല, പകരം ആ കുട്ടികളുടെയൊക്കെ കണ്ണ് തുറപ്പിക്കുവാൻ, ആ ദേശത്തിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടി, അവിടുത്തെ ജനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, അവിടെ വളർന്നു വരുന്നതായ തലമുറയുടെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്ററിനെ ദൈവം ആ ദേശത്താക്കി വച്ചിരിക്കുന്നു. 11 ദൈവദാസന്മാരെ ആ ദേശത്താക്കി വച്ചിരിക്കുന്നു. 100 കണക്കിന് ദൈവമക്കളെ ആ ദേശത്ത് ദൈവം ആക്കി വച്ചിരിക്കുന്നു. ആ ദേശത്തിൻ്റെ കാവൽക്കാരായിട്ട്, ആ ദേശത്തിന് വേണ്ടി ഇടുകിൽ നിൽക്കുവാൻ, ആ ദേശത്തെ പണിതെടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സമയത്തൊരു കാലഘട്ടത്തിൽ ആ ദേശത്തേക്ക് പോകുവാൻ ജനങ്ങൾ ഭയപ്പെട്ടു. ചെങ്കൽച്ചൂള എന്ന് പറയുന്ന പേര് പറയുമ്പോൾ തന്നെ എന്തോ വലിയൊരു സംഭവമാണ് എന്ന് മനസ്സിലേക്ക് ഉരുണ്ടുകൂടുന്ന ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നതെല്ലാം മാറ്റി തിരുത്തി എഴുതിയിരിക്കുക. ഇന്ന് 100 കണക്കിന് വിദ്യാർത്ഥികൾ ദിവസവും വരുന്ന ഒരു സ്ഥലമാണ്. 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കാൻ, സിനിമ ഷൂട്ടിങ്ങുകാര്, ഒരുപാട് ആൾക്കാർ കയറി ഇറങ്ങുന്ന ഒരു മ്യൂസിയം പോലെ ആയിപ്പോയി ചെങ്കൽച്ചൂള ആ പുസ്തകത്തിന് ശേഷം. അത്രയും ദൈവത്താൽ സംഭവിച്ചു. ഒരു കാലത്ത് തടവിന് നടക്കാൻ മേടിച്ചിരുന്നവർ ഇന്ന് ഇതിനകത്തൂടെ നടക്കുന്നു. ആമേൻ. ഒരു മോർദെഖായിയെ ആമേന് ദൈവം ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ ദൈവം ആദരിച്ച് ദൈവം കൊണ്ടുവരുവാൻ പ്രിയ ധനുജ കുമാരി സിസ്റ്ററിനോട് ദൈവം കൃപ തോന്നിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും സിസ്റ്ററിൻ്റെ ഈ വാക്കുകൾ ആയിരക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനിക്കുവാനും അവരുടെയൊക്കെ പ്രാർത്ഥന സിസ്റ്ററിനും കുടുംബത്തിനും ആ ദേശത്തിനും ഒരു അനുഗ്രഹമായി തീരുവാനും ഇടയായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഒരു ചുമട്ട് തൊഴിലാളിയുടെ മകളായിയാണ് ജനിച്ച് വളർത്തപ്പെട്ടതെങ്കിലും ആ പരിമിതികളുടെ നടുവിലും ആമേനെ പ്രവർത്തിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ കരുതൽ തിരിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവും ആമേനെ ഏറ്റവും താഴ്ച, ഏറ്റവും ഉന്നതമായത് വെടിഞ്ഞ് ഏറ്റവും താഴ്ചയുള്ള സാഹചര്യത്തിലാണ് കർത്താവ് ജനിച്ച് വളർത്തപ്പെട്ട് കർത്താവ് ജീവിക്കുവാനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ആമേനെ കൊട്ടാരത്തിൽ ജനിച്ച് പ്രസിദ്ധനാകുന്ന ഒരു വ്യക്തിയേക്കാൾ ഉപരിയായി കുപ്പയിൽ നിന്ന് ആമേനെ പുറത്തു വന്നതായ ഒരു മാണിക്യം പോലെ പ്രിയ സിസ്റ്ററിനെ ദൈവം പുറത്തു കൊണ്ടുവന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിമാരും അതുപോലെ ഗവർണറും അതുപോലെ വനിതാ മണ്ഡലവും
അതുപോലെ സമൂഹത്തിലെ പല സ്ഥാപനങ്ങളും ഒക്കെ ആദരിക്കുവാനിടയായി തീർന്നു. ഒരു വീട്ടുവേലക്കാരിയായിട്ടാണ് ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിച്ചതെങ്കിൽ ഇന്ന് VVIPയുടെ സ്റ്റേജിൽ ഒരു കസേരയിൽ പോയിരിക്കുവാൻ തക്കവണ്ണമുള്ള ആദരവും അംഗീകാരവും ദൈവം നൽകിത്തന്ന് അങ്ങനെയുള്ള യാത്രകൾ ചെയ്യുവാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടായി എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് സിസ്റ്ററെ. അതുപോലെ കുടുംബമായി മക്കളെയും ദൈവം മാനിച്ചു. എവിടെയൊക്കെ ആരെല്ലാം അവഗണിച്ചവരുടെയൊക്കെ മുൻപിൽ ഇന്ന് ആദരിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം മാറ്റുവാൻ തക്കവണ്ണയായി തീർന്നു. തീർച്ചയായിട്ടും സിസ്റ്ററിൻ്റെ വാക്കുകൾ അനേക പ്രിയപ്പെട്ടവർക്ക് പ്രചോദനവും വിശ്വാസം വർദ്ധിക്കുന്നതിനും കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിനും മുഖാന്തരമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസിയെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാ മേഖലയിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങൾ ഓരോരുത്തരും വാത്സല്യ ധനുജകുമാരി സിസ്റ്ററിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ കുടുംബത്തെ നിങ്ങൾ ഓർക്കണം. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തല്ലോ പ്രിയ സിസ്റ്ററിൻ്റെ ജീവിതാനുഭവങ്ങൾ. തൻ്റെ വാക്കുകളിലൂടെ വളരെ വ്യക്തമായി അക്കാര്യങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ ചെങ്കൽച്ചുള്ള ആ ഗ്രാമത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതൊരു പട്ടണമായി മാറട്ടെ. ദൈവം ആ ദേശത്തെ ആദരിക്കട്ടെ. സ്തോത്രം. നമുക്കൊരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട്. ആമേൻ. ആ കുടുംബത്തിന് വേണ്ടി നാം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ധനുജകുമാരി സിസ്റ്റർ അരോമ ടിവിയുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങളെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. മതത്തിന്റെ പ്രത്യാശ ഞാൻ നല്ല സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, നല്ല സമയത്തിനായ സ്തോത്രം കർത്താവേ. ജീവിതത്തിന്റെ ബലഹീനതകളെ, കുറവുകളെ കണക്കിടാ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കർത്താവേ ഓരോ ദിവസവും പരിപാലിച്ച് കർത്താവെ കാണാത്ത മേഖലകൾ, കേൾക്കാത്ത കർത്താവ് ശബ്ദങ്ങളെ കേൾക്കുവാൻ ദൈവം ഇടയാക്കിയുള്ള കർത്താവ് ഇന്ന് കാലം ദൈവമേ കർത്തദാസിനി കർത്താരമ ടിവിയിലെ കർത്താവെ പ്രേക്ഷകരെ എല്ലാവരും ഒത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കർത്താവെ. അപ്പോൾ 2 രാജ്യങ്ങളിരുന്നാണെങ്കിലും പരസ്പരം കാണുവാനും സംസാരിക്കുവാനും കർത്താവെ ദൈവ പ്രാർത്ഥന വിഷയം ഷെയർ കൃപയ്ക്കായ സ്തോത്രം കർത്താവ്. ഓരോ വ്യക്തികളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്ന ബലപ്പെടുത്തുന്ന അടിയാൾക്ക് ഇങ്ങനെ കർത്താവെ അവസരം ഒരുക്കി തന്ന കർത്തദാസിനെ കർത്താവെ ജാനിന്റെ എല്ലാ പ്രേക്ഷകരെ ഒന്നുകൂടി ഏൽപ്പിച്ച് പ്രാർത്ഥന അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേൾക്കണം. മറുപടി തന്നെ ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ചോദിക്കുമ്പോൾ ദൈവയുടെ കേൾക്കണം. പരമപിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ സിസ്റ്ററിനോടും കുടുംബാംഗങ്ങളോടായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യ, ആരോഗ്യവും ദീർഘായുസും അവസരങ്ങൾ ദൈവം ഒരുക്കട്ടെ. ആ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട അതിലൂടെ ദൈവനാമയും കൂടെ മുഖാന്തരമായി തരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. aroma.tv.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ. അപ്പോൾ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് സൂം മീറ്റിങ്ങിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വാട്സാപ്പിൽ വിവരം അറിയിക്കൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.